ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഇതുപോലുള്ള വിവരങ്ങൾ ചേർത്തുകൊണ്ട് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുക. യേശു മടങ്ങി വരും, യാതൊരു സംശയവുമില്ല. യേശു മടങ്ങി വരും. പലരും ഇന്ന് അതിനെക്കുറിച്ച് പ്രസംഗിക്കാറില്ല. എന്തുകൊണ്ട് പലരും പ്രസംഗിക്കാറില്ല? ഞാൻ കഴിഞ്ഞ ഒരു ദിവസം യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ബാംഗ്ലൂരിലുള്ള ഒരു മോന് എന്നോട് പറഞ്ഞൊരു പദമുണ്ട്. ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയത് പത്രോസ് തുടങ്ങിയതാണ്. പത്രോസിൻ്റെ കാലം മുതൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷേ ഇതുവരെയും വന്നില്ല. വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. അദ്ദേഹം ഒരു പൊതുപ്രസംഗകന്. വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, യേശു വരും. പക്ഷേ എന്നാന്നോ എപ്പോഴാണെന്നോ നമുക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു പിടിയും ഇല്ലാത്തിടത്തോളം കാലം ആരെങ്കിലും നമ്മളോട് ഒന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അക്കാരണത്താൽ ഞാൻ തൽക്കാലം ഇതിനെക്കുറിച്ച് തൊടാതെ വിടുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു മറുപടി പ്രസംഗിക്കത്തില്ല. വ്യത്യസ്ത കാരണങ്ങളാൽ പലരും പ്രസംഗിക്കാതെ വിടുന്നുണ്ട്. പലരും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും വന്നില്ലെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള പല കാരണങ്ങളുള്ളത് കൊണ്ട് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു തുടങ്ങിയ ഇക്കാലത്ത് എന്നെക്കൊണ്ട് കഴിവുള്ളിടത്തോളം വേഗത്തിൽ ഞാനത് പറയുവാൻ കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും ശരണപ്പെടുന്നു. ബൈബിളിൻ്റെ ഏറ്റവും പ്രധാന പ്രതിപാദ്യ വിഷയം യേശുവിൻ്റെ മടങ്ങിവരവാണ്. ബൈബിളിനെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള ഡേറ്റകളിൽ നിന്ന് കിട്ടുന്നത്, പഴയ നിയമത്തിൽ 1527 പ്രാവശ്യം യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് സൂചനയുണ്ട്. ഒന്നുകൂടെ ആവർത്തിക്കാം. പഴയ നിയമത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരണം, എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു അത് ഇതുപോലെയുള്ള ഡോക്യുമെൻറ്റേഷൻസ് അതുമാത്രം റെഫർ ചെയ്തു തരാം. പഴയ നിയമത്തിൽ 1527 പ്രാവശ്യം യേശുവിൻ്റെ മടങ്ങിവരവിനെ സൂചന തരുന്നുണ്ട്. പുതിയ നിയമത്തിൽ 1845 പ്രാവശ്യം യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. യേശു മടങ്ങി വരും. ഞാൻ ബൈബിളിനെക്കുറിച്ച് 1-2 പദങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ബൈബിളിനെ പൊതുവെ വിളിക്കുന്നത് പുസ്തകങ്ങളുടെ പുസ്തകമെന്ന, ബുക്ക് ഓഫ് ദ ബുക്സ്. ദി ബുക്കെന്നും വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പുസ്തകം എന്ന ആശയവും കൊടുക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന് ഇന്ന് ഏതാണ്ട് 200 കോടി ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ 200 കോടി ആളുകൾ എന്നീ പുസ്തകം വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് വരെക്കൊണ്ട് ഏറെക്കുറെ 390 കോടി കോപ്പികൾ ഇത് വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രതിപാദ്യ വിഷയം യേശുവിൻ്റെ മടങ്ങിവരവാണ്. അതുകൊണ്ട് യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് എടുത്തു പറയുന്നത് പ്രയോജനമായിരിക്കും. അടുത്തത്, ഈ ബൈബിൾ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. ഞാൻ പറഞ്ഞു, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ 4 പ്രത്യേക ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഭാഷയിൽ ഇല്ലാത്ത വാക്ക് അടുത്ത ഡയലക്റ്റിലുണ്ട്. അതിന് അർത്ഥവ്യാപ്തിയുണ്ട്. അതുകൊണ്ടാണ് ആ പദം അവിടെ ഉപയോഗിച്ചത്, ആ വാക്കുകൾ അവിടെ ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ മലയാളമോ ഇംഗ്ലീഷോ നമുക്കറിയാവുന്ന ഈ ഭാഷകളൊക്കെ തന്നെ ഇതിനെ ജീവനുള്ള ഭാഷകൾ എന്ന് വിളിക്കും. ജീവനുള്ള ഭാഷകളുടെ പ്രത്യേകത, അതിനകത്ത് പുതിയ വാക്കുകൾ ഉണ്ടാകും, പഴയ വാക്കുകളുടെ അർത്ഥം മാറും. നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ഒരു ജീവനുള്ള ഭാഷയാണ്, ഇംഗ്ലീഷ് ഒരു ജീവനുള്ള ഭാഷയാണ്. ഇതിൽ ചില വാക്കുകൾ മാറിപ്പോകും, ചില വാക്കുകളുടെ അർത്ഥം മാറും. പക്ഷെ ബൈബിൾ ഉപയോഗിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഭാഷകൾ ഫ്രോസൺ ലാംഗ്വേജ്, ഡെഡ് ലാംഗ്വേജ് എന്നൊക്കെ അതിനെ വിളിക്കും. ദൈവം ആ ഭാഷയെ മരവിപ്പിച്ചു കൊന്ന് 1000 വർഷം കഴിഞ്ഞാൽ അതിലെ ഒരു വാക്കിൻ്റെ അർത്ഥം മാറത്തില്ല. 1000 വർഷം കഴിഞ്ഞാൽ അതിനകത്തൊരു പുതിയ വാക്കുണ്ടാകത്തില്ല, ഒരു പഴയ വാക്ക് മാറത്തില്ല. ദൈവം ഭാഷകളെ, 4-5 ഭാഷകളെ മരവിപ്പിച്ചു കൊന്ന് ആ ഭാഷകളാണ് ബൈബിൾ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദി ബുക്ക് എന്നതിനെ വിളിക്കും, മാറ്റമില്ലാത്ത പുസ്തകം. യേശു പറഞ്ഞല്ല, ആകാശവും ഭൂമിയും മാറും, ഇത് ഇന്നൊരു വള്ളിയും പുള്ളിയും മാറുകയില്ലെന്ന്. ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഇതുപോലുള്ള വിശദീകരണങ്ങൾ കൊള്ളാം. ഈ പുസ്തകം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പഴയ നിയമത്തിൽ യേശുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രവചനം BC 4000 നടന്നതാണ്. ഹാനോക്കാണത് പ്രവചിച്ചത്. കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നു എന്ന പ്രവചനമാണ് ബൈബിളിലുള്ള ഒന്നാമത്തെ പ്രവചനം. അത് പ്രവചിച്ചത് ഇന്നേക്ക് ഏറെക്കുറെ 6000 വർഷങ്ങൾക്ക് പുറകിലാണ്, BC 4000. ബൈബിളിൽ കാണുന്ന രണ്ടാമത്തെ പ്രവചനം മോശയുടേതാണ്. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് BC 1500, ഇന്നേക്ക് 3500 വർഷം മുമ്പാണ് അദ്ദേഹം പ്രവചിച്ചത്. സങ്കീർത്തനങ്ങൾ 90:13 കിടപ്പുണ്ട്. BC 600 യെശയ്യാവ് യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. യെശയ്യാവ് 25:8 അത് കിടപ്പുണ്ട്.
BC 500 സക്കരിയ പ്രവാചകൻ പ്രവചിച്ചിരുന്നു. സക്കരിയാവ് 14:4 അത് കിടപ്പുണ്ട്. BC 400 മലാഖി പ്രവാചകൻ അത് പ്രവചിച്ചിരുന്നു. അത് മലാഖിയുടെ പുസ്തകം 4:2 കിടപ്പുണ്ട്. ഇങ്ങനെ പഴയ നിയമത്തിൽ അനേക പ്രവചനങ്ങൾ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുണ്ട്. ഞാൻ പറഞ്ഞു BC 4000 മുതലുണ്ട്. സമയമങ്ങ് ഒരുപാട് വൈകിയില്ലേ? എത്ര നാൾ പ്രവചിച്ചിട്ടാണ് ഒന്നാമത്തെ വരവ് നടന്നത്? ഞാനതിൻ്റെ കാരണം പറയാം. സമയം വൈകിപ്പോയി എന്ന് തോന്നുമ്പോൾ മറുപടി ഞാൻ പറയാം. പുതിയ നിയമത്തിൽ യേശു തന്നെ തൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:28 വെളിപ്പാട് 3:3 വെളിപ്പാട് 16:15 നമുക്ക് അത്യാവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞങ്ങ് പോവുകയേ ഉള്ളൂ, വായിക്കാനുള്ള നേരമില്ല. യേശുവിൻ്റെ പ്രവചനം കാണാം തൻ്റെ മടങ്ങിവരവിനെ കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ 2 ദൂതന്മാർ ഇറങ്ങി വന്ന് യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് ഒറ്റ ദൂതനെ വന്ന് പ്രവചനം പറഞ്ഞുള്ളൂ. ഹെബ്രിയേൽ എന്ന ദൂതൻ മറിയ എന്ന കന്യകയുടെ അടുക്കൽ വന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വർത്തമാനം പറഞ്ഞു. ഒരുവൻ ജനിക്കും എന്ന് പറഞ്ഞു. ഒരു ദൂതൻ. പ്രവാചകന്മാർ ഒരുപാട് പേര് പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ ദൂതന്മാരിൽ ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞതുപോലെ യേശു വന്നു. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് ചരിത്രത്തെ 2ആയി തിരിച്ചു. ഈ വരുന്നത് ഒരു സാധാരണക്കാരനല്ല, വരുന്നത് വേറൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ വരവ് ചരിത്രത്തെ 2ആയി തിരിച്ചു. യേശുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് സാക്ഷ്യം പറയാൻ 2 ദൂതന്മാരെ ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞു ഒന്നിനെക്കുറിച്ച് ഒറ്റ ദൂതൻ പറഞ്ഞു. അത് ചരിത്രത്തെ 2ആയി തിരിച്ചു. 2ാമത്തെ വരവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ 2 ദൂതന്മാരായി ഇറങ്ങി വന്നത്. അപ്പോസ്തല പ്രവൃത്തി 1:11 യേശുവിൻ്റെ 2ാമത്തെ വരവോടെ ചരിത്രം തീരും. അതിനുവേണ്ടിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു സാധാരണക്കാരനല്ല വരുന്നത് വേറൊരു കാറ്റഗറിയാണ്, വേറൊരു ലെവലിലുള്ള ആളാണ്. യേശുവിൻ്റെ 2ാം വരവ് നടന്നിരിക്കും. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും എന്ന് വിളിച്ചു പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലന്മാരെ ഉപയോഗിച്ച, പൗലോസിനെ ഉപയോഗിച്ച. 1 തെസ്സലോനിക്കർ 4:16-17, എബ്രായ ലേഖനം 9:28, റോമാലേഖനം 9:9 മുതൽ 24 വരെ ഈ വാക്യങ്ങളിൽ പൗലൂസ് യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്നു. അപ്പോസ്തലനായ പൗലൂസ്. അപ്പോസ്തലനായ പത്രോസും യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്നുണ്ട്. പത്രോസിൻ്റെ 2ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരിൽ പ്രധാനിയായി 3ാമൻ യോഹന്നാൻ അപ്പോസ്തലനാണ്. വെളിപ്പാട് പുസ്തകം 19:11 യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ആദിമ സഭ യേശുവിൻ്റെ മടങ്ങിവരവിൽ വിശ്വസിച്ചിരുന്നു. വെളിപ്പാട് പുസ്തകം 22:17 മുതൽ 22:20 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ മടങ്ങിവരവിനെ പ്രതീക്ഷയോടെ സഭയും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു എന്നിങ്ങനെ 4-5 കൂട്ടം കാര്യങ്ങൾ കാണാം. അടുത്തത്, എന്തിനു വേണ്ടിയാണ് യേശു വരുന്നത്? ഇത്ര ഗൗരവമായി കാലങ്ങൾക്ക് മുന്നമേ പറഞ്ഞ്, എന്തുവാ ഇത് 10,000 വർഷങ്ങൾക്ക് മുന്നമേ മുതൽ ഇങ്ങനെ പറഞ്ഞ് ഒരു വ്യക്തി വരുന്നെങ്കിൽ ഈ കാലം ഇങ്ങനെ അങ്ങ് പോകുന്നതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു അല്പം കാര്യം ചേർക്കാം. നമ്മുടെ ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങി വരുന്നതിനെയാണ് ഒരു ദിവസം എന്ന് വിളിക്കുന്നത്. സൂര്യന് ചുറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഗാലക്റ്റിക് സെൻറ്റർ സൂര്യന് ചുറ്റും ഒന്ന് കറങ്ങി വരുന്നതിന് 365 ദിവസങ്ങൾ വേണം. അതിനെയാണ് നമ്മൾ ഒരു വർഷമെന്ന് പറയുന്നത്. ഞാൻ 80-ാം വയസ്സിലോട്ട് കയറി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി 380 പ്രാവശ്യം സൂര്യനെ ചുറ്റുന്ന സമയം വരെ ഞാൻ ഉണ്ടായിരുന്നെന്നാണ്. ആട്ടെ, ഈ സൂര്യൻ ഭൂമിയെപ്പോലെ തന്നെ ദൈവം സൃഷ്ടിച്ച ഒരു ഗോളമല്ലേ സൂര്യനും? അതെ, നമ്മുടെ ഭൂമിയിൽ 365 ദിവസം കൊണ്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ സൂര്യന് അതിൻ്റെ ഗാലക്റ്റിക് സെൻറ്ററിനെ ഒന്ന് ചുറ്റുവാൻ എത്ര വർഷം വേണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൂര്യനിൽ ഒരു വർഷമാകാൻ മനുഷ്യൻ്റെ കണക്കിന് 25 ലക്ഷം മാനുഷിക വർഷം വേണം സൂര്യനിൽ ഒരു വർഷമാകാൻ. ദൈവം ഒരു വർഷം കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ എവിടുത്തെ കണക്കാണ്? ഭൂമിയിലേതാണോ, മാഴ്സിലേതാണോ, ചന്ദ്രനിലേതാണോ, സൂര്യനിലേതാണോ? നമ്മുടെ സൂര്യന് ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഒരു ദിവസം അങ്ങോട്ട് മാറിയേച്ച്, ഒരു വർഷം അങ്ങോട്ട് മാറിയേച്ച് അവിടെ ഒരു വർഷമാകണമെങ്കിൽ നമ്മുടെ 280 ലക്ഷം വർഷം വേണമെന്ന് പറഞ്ഞത്.
നമ്മുടെ സൂര്യനേക്കാൾ 250 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ വരെ കണ്ടിട്ടുണ്ട്. യുവൈ കാനീസ് മജോറിസ്. അങ്ങേർക്കൊരു വർഷമാകണമെങ്കിൽ നമ്മുടെ അവിടെയിൽ എത്ര കോടി വർഷം പോകണമെന്ന് ആർക്കറിയാം? ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമല്ല. ഇതിൻ്റെ എല്ലാം സൃഷ്ടാവാ ദൈവം. ഇതിൻ്റെ എല്ലാം സൃഷ്ടാവാ. എൻ്റെ കുടുസ് മനസ്സിൽ, എൻ്റെ ചെറിയ മനസ്സിൽ മനസ്സിലാക്കാവുന്ന പരിമിതിയിൽ നിന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ സൃഷ്ടാവ് ഇതിനേക്കാൾ വലിയൊരു കണക്കിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്തിനാണ് താൻ വരുന്നത്? ബൈബിളിൽ വരുന്ന പ്രസ്താവനകൾ നോക്കാം. ഒന്ന്, തൻ്റെ സഭയെ ചേർക്കേണ്ടതിനാണ് വരുന്നത്. ഒന്ന്, പല കാര്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ സഭയെ ചേർക്കേണ്ടതിനാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഈ സഭയെ ചേർത്താൽ ഇവിടെ എങ്ങോട്ടേലും തള്ളാൻ വേണ്ടിയല്ല. പലയിടത്ത് ആളുകൾ ചെതറിയായിരിക്കും പോകുന്നത്. ഞാനത് മിക്കവാറും നാളത്തേക്ക് അതിൻ്റെ ഗൗരവത്തിൽ ഞാൻ അവിടെ എത്തത്തുള്ളൂ. പലയിടത്തേക്കും ചെതറിയായിരിക്കും പോകുന്നത്. എന്നാൽ യേശുവിൻ്റെ താല്പര്യം ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. അവിടെ ചെല്ലരുത് എന്ന തീരുമാനത്തോടെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അതിനോട് അടരാടി ജയിക്കേണ്ടതിനാണ് എന്നെപ്പോലുള്ളവർ, ഞങ്ങളെപ്പോലുള്ളവർ, യഥാർത്ഥ ആത്മീയർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു ചെറിയ കാര്യം, അവിടെ യേശു യോഹന്നാൻ 14:3 പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോവാം. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതാണ് എൻ്റെ താല്പര്യം. എല്ലാവരും അവിടെ പോകത്തില്ല, പലരും ചെതറിപ്പോകും, അതിന് സംശയവുമില്ല. ഞാൻ ഈ പദം ഒന്ന് മനസ്സിലാകണമെങ്കിൽ ഒത്തിരി കൂടെ ആഴത്തിപ്പോണം. ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്ന് പുറത്ത് അതിനെക്കുറിച്ചൊരു 15 മിനിറ്റ് പറഞ്ഞേച്ച് തുടങ്ങാം. അതാ നല്ലതെന്ന് കരിച്ചിലൂടെ നന്നായി ആളുകൾക്ക് മനസ്സിലാകും. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാഴമാണ്. ചാവുകടൽ ലിഖിതങ്ങൾക്കകത്ത് മാത്രമേ, പ്രത്യേകിച്ചും ഹാനോക്കിനെ പോലുള്ള ആളുകളുടെ പ്രവചനങ്ങൾക്കകത്ത് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള ഗൗരവം നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒത്തിരി ശാസ്ത്രത്തിൽ നിന്നും കിട്ടും. ഒത്തിരിയൊക്കെ, എല്ലാം ഒന്നുമല്ല, ഒത്തിരിയൊക്കെ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടും. ലോകത്തിൽ ഇന്നുവരെ ജനിച്ച് ജീവിച്ച ശാസ്ത്രജ്ഞന്മാരിൽ, ലോകത്തിൽ ഇന്നുവരെ ജനിച്ച് ജീവിച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഉന്നതനായ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന മനുഷ്യനെയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ, അദ്ദേഹത്തെയാണ് വിളിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ നടത്തിയ ഒരു പ്രസ്താവന ഞാൻ പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ശാസ്ത്ര സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അവർ ശാസ്ത്രജ്ഞന്മാരാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ, ആണെന്ന് ഭാവിക്കുന്നു കുറഞ്ഞ പക്ഷം. പക്ഷെ ശാസ്ത്രജ്ഞന്മാരുടെ കുലത്തിൻ്റെ ശ്രേഷ്ഠൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ അതിനെക്കുറിച്ച് പറഞ്ഞൊരു പദം, ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് ഒരു പദം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതിയിരിക്കുന്ന തത്വങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാം ഈ ഭൂമിയെ കുറിക്കുന്നതാണ്. ഈ ഭൂമിയിലുള്ള ഗുരുത്വാകർഷണം, ഇതിൻ്റെ ആകർഷണം, വികർഷണം, ഇതിൻ്റെ യാത്ര പോക്ക്, ഇതിനകത്തെ കാര്യങ്ങൾ, ഇതിൻ്റെ മൂമെൻറ്റം, ഇതിൻ്റെ ആപേക്ഷികത്വം, ഇതൊക്കെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ കാലങ്ങളിൽ നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, നക്ഷത്രങ്ങളെക്കുറിച്ചും നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒന്നാമൻ മിഷിയ കാക്കു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മിഷിയ കാക്കു ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സകല തത്വങ്ങളും എല്ലാം നക്ഷത്രങ്ങൾക്കും ബാധകമാണ്. അദ്ദേഹം ഈ ഭൂമിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, ഇവിടുത്തെ തത്വശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സകലതും സകല നക്ഷത്രങ്ങൾക്കും ബാധകമാണ്. അപ്പം അങ്ങനെ എഴുതിയതിൻ്റെ ആഴം എന്നാന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞൊരു പദം ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആകെ സമയത്തിൻ്റെ 50%, നേരെ പകുതി ഞാൻ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഉപയോഗിച്ചു. എൻ്റെ ആകെ സമയത്തിൻ്റെ നേരെ പകുതി ഞാൻ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഉപയോഗിച്ചു. ആ പ്രാർത്ഥനാ വേളകളിൽ ദൈവം എനിക്ക് തന്ന വെളിപ്പാടുകൾ മാത്രമാണ് എൻ്റെ കണ്ടുപിടുത്തം. ഞാനൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ സമയത്തിൻ്റെ നേരെ പകുതി സമയം ഞാൻ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഉപയോഗിച്ചു. ആ പ്രാർത്ഥനാ വേളകളിൽ ദൈവം എനിക്ക് തന്ന വെളിപ്പാടുകൾ മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ച സകല ശാസ്ത്രങ്ങളും. അതിനപ്പുറത്തൊന്നുമില്ല. അടുത്ത പദം, ഇനി മിച്ചം പകുതി സമയം ബാക്കിയുണ്ടല്ലോ. ആ മിച്ചം വന്ന സമയത്തിൻ്റെ 25%, അതായത് കാൽഭാഗം, എൻ്റെ ആകെ സമയത്തിൻ്റെ കാൽഭാഗം ഞാൻ ഈ ശാസ്ത്രം അല്ലെ ദൈവം എനിക്ക് തന്ന വെളിപ്പാട് സാധാരണക്കാരനെ പറഞ്ഞു മനസ്സിലാക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഷ കണ്ടുപിടിക്കേണ്ടി വന്നു.
പലർക്കും പല കണ്ടുപിടുത്തങ്ങളും പുറത്തു കൊണ്ടുവരാനൊക്കത്തില്ല. കാര്യം അതിന് കൊള്ളാവുന്നൊരു ഭാഷയില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞാൽ ഇതാർക്കും മനസ്സിലാകത്തില്ല. ഇതിന് അദ്ദേഹം ഒരു കണ്ടുപിടിച്ച ഭാഷയാണ് കാൽക്കുലസ്. ഒരു BSc ലെവലിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ഫിസിക്സ് പഠിക്കുന്നവർക്കുണ്ട്. കാൽക്കുലസിൽ മാത്രമേ ശാസ്ത്രം വിശദീകരിക്കാൻ ഒക്കത്തുള്ളൂ. ആൽബർട്ട് ഐൻസ്റ്റൈനാണ് കാൽക്കുലസ് എന്ന ബ്രിങ്ങെ കണ്ടുപിടിച്ചത്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ആകെ സമയത്തിൻ്റെ 25% കാൽഭാഗം ഞാൻ ഭാഷ കണ്ടുപിടിച്ചു. മിച്ചമുള്ള 25% ഞാൻ സാത്താനെക്കുറിച്ച് പഠിച്ചു. ഒരുപാട് സഭകളിൽ പലരും പറയാറുണ്ട്, ഞാൻ സാത്താനെക്കുറിച്ച് പറയാറില്ല, മിണ്ടാറില്ല, ഞാൻ ദൈവത്തെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. നല്ല കാര്യം. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ 18 വർഷം ഉണ്ടായിരുന്നു. എയർഫോഴ്സിലുള്ള ഏതൊരു വ്യക്തിയും, ഇല്ല ഫൈറ്റിംഗ് ഫോഴ്സിൽ മിലിറ്ററിയിലുള്ള ഏതൊരു വ്യക്തിയും ശത്രുവിനെക്കുറിച്ച് പഠിച്ചേ പറ്റൂ, ഇല്ലേ അവൻ്റെ തലയും കൊണ്ടുപോകും. ചുമ്മാ അത് പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് ചോറും ഉണ്ടേച്ച് മെനക്കേടിന് വഴിയിലിറങ്ങിയിരുന്ന് യുദ്ധം നടന്നിടാ, അതിലെ പിടിച്ചില്ല ഇതിലെ പിടിച്ചില്ല എന്നൊക്കെ പറയുന്നവന് ശത്രുവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അവന് പഠിച്ചിട്ട് കാര്യവുമില്ല. കാര്യം അവൻ ഇതിനെ മെനക്കെടുന്നവനല്ല. ഈ ഫീൽഡിൽ ഇറങ്ങിയവൻ ശത്രുവിനെ അറിഞ്ഞേ മതിയാകൂ. ഞാൻ പിശാചിനെക്കുറിച്ച് ഒത്തിരി പഠിപ്പിക്കാറുമുണ്ട്. കാരണം അവനോട് യുദ്ധം ചെയ്തേ പറ്റൂ എനിക്ക്. ഞാൻ അതുകൊണ്ട് മുമ്പേ പറഞ്ഞത്, ഒത്തിരി പേര് അംഗീകരിക്കാത്തവരുണ്ട്. ഒരു വട്ടപൂജ്യത്തിനകത്തിട്ട് അവരെ അങ്ങ് തട്ടി മാറ്റുകയേ ഉള്ളൂ പതിവ്. കാര്യം അവരോട് വർത്തമാനം പറയുമ്പോൾ എൻ്റെ സമയം കൊല്ലും, എനിക്കതിന് നേരമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആകെ സമയത്തിൻ്റെ 50% ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് വെളിപ്പാടുകൾ മുഖേന എനിക്ക് കണ്ടുപിടുത്തങ്ങൾ കിട്ടി. കാൽഭാഗം സമയം കൊണ്ട് അത് മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ കാൽക്കുലസ് എന്ന മാത്തമാറ്റിക്സ് വിങ് ഡെവലപ്പ് ചെയ്തു. ബാക്കി കാൽഭാഗം കൊണ്ട് സാത്താനെക്കുറിച്ച് പഠിച്ചു. അതെ, ഈ വേദപുസ്തകത്തിനകത്തെ കണ്ടുപിടുത്തങ്ങൾ പുറത്തു തന്നത് ദൈവം തന്നെയാ, വേറൊന്നും ആർക്കും വെളിപ്പെടുന്നില്ല. അങ്ങനെ ഈ ചാവുകടൽ ലിഖിതങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നതനുസരിച്ച് ഞാനതൊന്ന് തൊട്ടോട്ടെ, അധികം നേരം എടുക്കത്തില്ല. ഇന്നും നാളെയും 2 രാത്രി കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. പകലും എടുക്കും കുറച്ച് സമയം. അന്നേരത്തെ ഒരു പക്ഷേ വേറൊരാശയത്തിലായിരിക്കും പോകുന്നത്. ഇതിനോട് ബന്ധപ്പെടാത്ത ഒന്നും തൊടത്തില്ല. അല്പം കൂടെ വ്യത്യസ്തമായ ഒരാശയത്തിലായിരിക്കും പോകുന്നത്. പക്ഷെ അല്പം ആഴത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. വേദപുസ്തകത്തിൽ ഒരു പദമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ ഒരുപാട് പ്രാവശ്യം, 1000 പ്രാവശ്യം കാണും ആവർത്തിച്ചിട്ടുള്ളത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ഉമ്മും കൂടെ ഉണ്ട്. മലയാളത്തിൽ നമ്മൾ എന്ന് കൊടുക്കുന്ന ആ പ്രയോഗം ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് പറയുന്ന വാക്കാണ്. ഞാൻ ഇംഗ്ലീഷിൽ അതൊന്ന് പറഞ്ഞു നോക്കട്ടെ. മലയാളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആൻഡ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദി എർത്ത്. മലയാളത്തിലുണ്ട്. ആൻഡ് ദ എർത്ത് വാസ് വിതൗട്ട് ഫോം ആൻഡ് വോയിഡ്. മലയാളത്തിലില്ല. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. പക്ഷെ ആൻഡ് എർത്ത് എന്നുള്ള പദമില്ല. ഇടയ്ക്കൊരു ഉമ്മൂടുണ്ട്. ശൂന്യമായും ഇരുന്നു. ആൻഡ് God said, let there be light. And the darkness was upon the surface of the water. ആൻഡ് മലയാളത്തിലില്ല. ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ ആൻഡ് എന്ന പദയോഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാത്ത കുറച്ചുകൂടെ ഉണ്ട്. അത് ആവശ്യമുള്ളവർ വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മാത്രം ആൻഡ് എന്ന പദപ്രയോഗം 95 പ്രാവശ്യമുണ്ട്. ഒന്നുകൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മാത്രം, ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വെർഷൻ ബൈബിളിൽ, അതാണ് ആധികാരിക വേദപുസ്തകം, കിങ് ജെയിംസ് വെർഷനിൽ മാത്രം ആൻഡ് എന്ന പദപ്രയോഗം, എന്ന പ്രയോഗം 95 പ്രാവശ്യമുണ്ട്. ബൈബിളിന് വിരോധമായി നിരൂപണം പറയുന്ന ഒരാൾ ഒരു നിരൂപണം ഒരിക്കൽ പറഞ്ഞു, ഏതൊരു ഭാഷയിലും ഒരേ വാക്ക് കൂടെ ആവർത്തിച്ചാൽ വൃത്തികേടാന്നെയാണ്. എന്തുകൊണ്ട് ഈ ബൈബിളിനകത്ത് ഈ ആൻഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേച്ച്, ഒന്ന് വെട്ടിക്കളഞ്ഞേച്ച്, ഇതൊന്ന് ചൊവ്വ എഡിറ്റ് ചെയ്യാൻ ക്രിസ്ത്യാനിക്ക് വിദ്യാഭ്യാസമുള്ളവൻ ആരുമില്ലടാന്ന്. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി, ശരി. അന്ന് ഞാൻ ആയുസ്സിൽ ആദ്യമായിട്ടാണ് എണ്ണി നോക്കുന്നത് കേട്ട 95 പ്രാവശ്യം ആൻഡ് എന്ന പദം ഉൽപ്പത്തി 1 കിടപ്പുണ്ടെന്ന്. ഒറ്റപ്പദം വീണ്ടും ആവർത്തിച്ചാൽ വൃത്തികേടാന്ന് എനിക്ക് പറയാം. പക്ഷേ ഇത് അന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ബൈബിൾ അങ്ങനെ അങ്ങ് വെട്ടിക്കളയാൻ നോക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മറുപടി കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ മഞ്ഞപ്പത്രക്കാരൻ ചുമ്മാ അവന് കാശുണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ ദൈവത്തിന് വിരോധമായ നിരൂപണം എഴുതിയിടുന്ന പോലല്ല. കഴമ്പുള്ള കാര്യങ്ങൾ ഒരുത്തം പറഞ്ഞാൽ അതിനകത്ത് വിവരമുള്ളവർക്ക് ചിന്തിച്ചേ പറ്റൂ. എന്തുകൊണ്ട് ഈ ആൻഡ് എന്ന വാക്ക് ഇത്രയും പ്രാവശ്യമുണ്ട് എന്ന് തപ്പിയിറങ്ങി. ഞാൻ പറഞ്ഞില്ല, ആധികാരികമായി ഒരു മറുപടി പറയണമെങ്കിൽ അതിന് ആത്മലോകത്തിൽ ഇന്ന് ബൈബിളിനെക്കുറിച്ച് പറയുവാൻ കഴിയുന്നവർ 2-3 പേരേ ഉള്ളൂ. ഞാൻ മുമ്പേ പേരെടുത്ത് പറഞ്ഞു.
ഡേറ്റ്സിൻ്റെ കമൻട്രി എടുത്ത് നോക്കാൻ തീരുമാനിച്ചു. ഡേറ്റ്സിൻ്റെ കമൻട്രി നോക്കിയപ്പോഴാണ് കാണുന്നത് ഓരോ ആൻഡ് എന്ന വാക്കും ഒരു സമയത്തെ കാണിക്കുന്നതാണ്. സൃഷ്ടി നടന്നത് ഒരു ദിവസമായിട്ടല്ല. പ്രപഞ്ച സൃഷ്ടി നടന്നത് ഡേറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ 143 പ്രാവശ്യമായിട്ടാണ്. ഒരു ദിവസമായിട്ടല്ല ഇതിൻ്റെ സൃഷ്ടി നടന്നത്, 143 പ്രാവശ്യമായിട്ടാണ്. കുറച്ച് സൃഷ്ടിച്ചു, അതിനുശേഷം ഒരു ഗ്യാപ്പ്, ഒരു സമയം കൊടുത്തു. ആ സമയത്തിന് ശേഷം രണ്ടാമതൊരു കൂട്ടം സൃഷ്ടിച്ചു. ഒരു വീടിന് അടിത്തറ കെട്ടി 2 മഴ നനയാനിട്ടു. അത് കഴിഞ്ഞ് ഭിത്തി കെട്ടി വീണ്ടും 2 മഴ നനയാനിട്ടു. ഇടയ്ക്ക് സമയം ഇടയ്ക്ക് കൊടുക്കുന്നത് പോലെ ദൈവം സൃഷ്ടിയുടെ ഇടയ്ക്ക് സമയം അനുവദിച്ചിരുന്നു. 143 പ്രാവശ്യമായിട്ടാണ് ദൈവം സൃഷ്ടി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് വന്ന 142 ഗ്യാപ്പുകളുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം എഴുതിയ ഭാഷയിൽ ആൻഡ് എന്ന പദപ്രയോഗം 142 പ്രാവശ്യമുണ്ട്. വെട്ടിച്ചുരുക്കിയാണ് 2 ഇംഗ്ലീഷിൽ ഇത് കുറച്ച് കളഞ്ഞത്. ഷടാ, ഡേറ്റ്സ് അത് പറഞ്ഞതുകൊണ്ട് സത്യമാകണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇത് വെരിഫൈ ചെയ്യാൻ എവിടെ ചെന്ന് വെരിഫൈ ചെയ്യും? ആരോട് ചോദിക്കാനാണ്? എന്നാൽ ശാസ്ത്രത്തിൽ ഇതിന് രൂപരേഖകൾ കിട്ടും. ദൈവം അല്പസ്വല്പം വിദ്യാഭ്യാസം കൂടെ തന്നത് അതിനുവേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ശാസ്ത്രത്തിൽ തപ്പി നോക്കുമ്പോൾ ദൈവം സൂര്യനെയും ആകാശത്തെയും ഉണ്ടാക്കുന്നത് ഇന്നേക്ക് 13.8 ബില്യൺ വർഷങ്ങൾക്ക് പുറകിലാണ്. എന്ന് പറഞ്ഞാൽ 1380 കോടി വർഷം പഴക്കമുണ്ട് നമ്മുടെ സൂര്യനും നമ്മുടെ ആകാശത്തിനും. നമ്മുടെ ഭൂമിക്കാകട്ടെ 4.45 ബില്യൺ വർഷം പഴക്കമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 445 കോടി വർഷം പഴക്കമേ ഉള്ളൂ ഭൂമിക്ക്. അങ്ങനെയാണെങ്കിൽ ആകാശവും ഭൂമിയും ഒന്നാമത്തെ ആൻഡിൻ്റെ നീളം 920 കോടി വർഷം. ഇത് പ്യുവർ ഫിസിക്സാണ് ഞാൻ പറഞ്ഞു, പ്യുവർ ശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു. ആകാശം സൃഷ്ടിച്ച് 920 കോടി വർഷം കഴിഞ്ഞാണ് ഭൂമി സൃഷ്ടിച്ചത്. എന്തുകൊണ്ട്? ഞാൻ അങ്ങോട്ട് മറിക്കോട്ടെ. എന്തുകൊണ്ട്? ദൈവം ആദ്യമേ ആകാശത്തെ സൃഷ്ടിച്ചു. അദ്ദേഹം പറഞ്ഞല്ലോ വെളിപ്പാട് അങ്ങർക്ക് കിട്ടിയത്, അത് മാത്രമേ ഉള്ളൂ കണ്ടുപിടുത്തമെന്ന്. നമുക്ക് പൗലോസിനോടൊന്ന് ചോദിക്കാം, അങ്ങേക്ക് വല്ല വെളിപ്പാടും ഉണ്ടായിരുന്നു? അദ്ദേഹം പറയുന്നുണ്ട്. ആദിയിൽ ദൈവം ദൃശ്യമായതും അദൃശ്യമായതും സൃഷ്ടിച്ചു. ആകാശത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പദമാണത്, ദൃശ്യമായതും അദൃശ്യമായതും. അവിടെ 2 കൂട്ടം വസ്തുക്കളുണ്ട്. ഒന്ന് ദൃശ്യമാണ്, നമുക്ക് കാണാവുന്ന നക്ഷത്രങ്ങൾ, കണ്ണിന് കാണാവുന്നതാണ്. രണ്ടാമത്തേത് അദൃശ്യമാണ്, കാണാൻ വയ്യാത്ത ഒരു കൂട്ടം സൃഷ്ടിയുണ്ട്. അതെന്തോ? ദൂതന്മാർ. പൗലോസ് തന്നെ അതിനെക്കുറിച്ച് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത് കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ. ഞാൻ മറ്റു ഭാഷ ഒന്നും തൊടുന്നില്ല. സുറിയാനി ഭാഷ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളാണ്. സുറിയാനി ക്രിസ്ത്യാനികളോട് ഒത്തിരി ഉള്ളതുകൊണ്ട് അക്രോശന്മാർ, മൈക്രോമാർ ഒത്തിരിയുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ദൂതന്മാരുടെ കാര്യമാണ്. ദൈവം ആദിയിൽ നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചേച്ച് ദൂതന്മാരെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാ? ഈ നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചതിനെക്കുറിച്ച് യെശയ്യാവ് 45 പറയുന്നത് പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചേ. ആരെ പാർപ്പിക്കാനാ? ദൂതന്മാരെ പാർപ്പിക്കാനാ. നക്ഷത്രങ്ങളിൽ ദൂതന്മാരുണ്ടോ? ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മുടെ ദെബോര ഒരു പാട്ട് പാടുമ്പോൾ, ഞാൻ ബൈബിളിൽ നിന്ന് സൂചനകൾ മാത്രം എടുക്കുന്നുള്ളൂ, ദെബോര ഒരു പാട്ട് പാടുമ്പോൾ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ സ്വഗതിയിൽ സീസറോട് പൊരുതു, അവർ പൊരുതിയത് കൊണ്ടാണ് ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ടി ദൂതന്മാർ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് തല ഉയർത്തി ഞാൻ നടക്കുന്നത്. അല്ലെ പണ്ടേ ജാതി തട്ടിക്കൊന്നനെ. നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാരുടെ കാവലുണ്ട്. നിങ്ങളെ കാണാൻ, എന്നെ കാണാൻ വേണ്ടി ഈ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ദൂതന്മാർ, ദൈവം വ്യത്യസ്ത തരത്തിലുള്ള ദൂതന്മാരെ കൊണ്ട് നക്ഷത്രങ്ങളും ഗോളങ്ങളും ഗ്രഹങ്ങളും മൊത്തം മറച്ചു. ഇവരുടെ എണ്ണം എണ്ണിത്തീർക്കാനൊന്നും ഒക്കത്തില്ല. നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഈ ഭൂമി ഉൾപ്പെടുന്ന നമ്മുടെ ആ നക്ഷത്രമണ്ഡലത്തിൽ, ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഈ നക്ഷത്രമണ്ഡലത്തിൽ 400 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് വെപ്പ്. 400 കോടി നക്ഷത്രമണ്ഡലങ്ങളിൽ വലുതല്ല നമ്മുടെ നക്ഷത്രമണ്ഡലം. ഇതിനേക്കാൾ വലിയത് വേറെയുണ്ട്. അങ്ങനത്തെ 1000 നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടെന്നാണ് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ നിഗമനം. 1000 നക്ഷത്രമണ്ഡലങ്ങളുണ്ട്. ഇതിനകത്തെ നമ്മുടെ നക്ഷത്രമണ്ഡലത്തിൽ 400 കോടി നക്ഷത്രങ്ങൾ എങ്കിലും ഉണ്ട്. ഒരു ശാസ്ത്രജ്ഞനും എണ്ണിത്തീർത്തിട്ടില്ല, എണ്ണിത്തീർക്കാൻ ഒക്കുന്നതല്ല. ഇതെല്ലാം ഒരു അസസ്മെൻറ്റ് പറയുക. അത് കവിഞ്ഞ് ഒരു മാർഗവുമില്ല. 1 ഗ്രാം അരി എടുത്ത് തൂക്കിയേച്ച്, അരിയെടുത്ത് അതിനകത്ത് എത്ര അരി ഉണ്ടെന്ന് എണ്ണി നോക്കിയേച്ച് 1 കിലോയ്ക്കകത്ത് എത്ര അരി കാണുമെന്ന് കണക്ക് കൂട്ടാം. കറക്റ്റൊന്നും ആയിരിക്കില്ല,
ഏതാണ്ടൊരു ഏറെക്കുറെ കൊട്ടത്താം ആ കണക്കായി പറയുന്നത് 40,000 കോടി, 400 കോടി. ഇതുപോലുള്ള നക്ഷത്രങ്ങൾ മുഴുവനും ദൂതന്മാരെ കൊണ്ട് നിറച്ചിരിക്കുക. ഈ പ്രപഞ്ചത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ചിലത് ഇങ്ങോട്ട് തൊട്ടുപോകാൻ ആഴത്തിലോട്ട് ഞാൻ പോകത്തില്ല. എനിക്ക് ആഴത്തിലോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സയൻസ് എടുക്കുന്നത് ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത്. പക്ഷെ നമ്മുടെ സമയപരിധി നിശ്ചയമായി ഞാൻ സൂക്ഷിക്കും. നമ്മുടെ നക്ഷത്രമണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രപഞ്ചം ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി വടക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ശാസ്ത്രലോകം രംഗപ്രവേശനം ചെയ്ത കാലം മുതൽ പല നൂറ്റാണ്ടുകളായി അവർ നോട്ട് ചെയ്ത ഒരു കാര്യമാണ്, നമ്മുടെ സകല പ്രപഞ്ചവും ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. ഉത്തരദിക്കിനെ കുറിച്ച് വേദപുസ്തകം ഒരു സൂചന തരുന്നുണ്ട്. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിൻ്റെ മേൽ തൂക്കുന്നു. ഭൂമിയുടെ ഉത്തരദിക്കിൽ എന്നെ അന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കിട്ടാവുന്നതിലെ ഏറ്റവും വലിപ്പമുള്ള ടെലസ്കോപ്പ് കൊണ്ട് ആളുകൾ ഈ ഉത്തരദിക്കിനെ ഇങ്ങനെ നോക്കും. ശാസ്ത്രീയ ഭാഷയിൽ നോർത്തേൺ നെബൂള ഈസ് ബീയിങ് സ്കാൻഡ് എവരി സിംഗിൾ ഡേ വിത്ത് ദ ജൈജാൻറ്റിക് ലെൻസസ്. കിട്ടാവുന്നതിലേക്കും വലിപ്പമുള്ള വലിയ ലെൻസുകൾ ഉപയോഗിച്ച് നോർത്തേൺ നെബൂളയെ, ഉത്തരദിക്കിനെ ശാസ്ത്രലോകം നോക്കിക്കൊണ്ടിരിക്കുക. ഈ പുള്ളി അങ്ങോട്ട് വലിക്കുന്ന വസ്തു എന്നാന്ന് കാണാൻ. വടക്കേതാണ്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വലിക്കത്തില്ല. അത് എന്നെ ഈ വലിക്കുന്നതെന്ന് കാണാൻ ഒന്നിനെയും കണ്ടിട്ടില്ല. അവസാനം ശാസ്ത്രലോകം ഭൂമിയിൽ 2 എയർ ഒബ്സർവേറ്ററികൾ വെച്ചു. ഞാൻ ഈ പറയുന്ന ഒന്ന് യേശുവിൻ്റെ വരവിനെ കുറിച്ചല്ല, പക്ഷെ ഇതും കൂടെ മനസ്സിലാകാൻ ഒത്തിരി എളുപ്പമാണ്. കാര്യം ഒത്തിരി കൂടെ ഗൗരവമായി മനസ്സിലാകാം. 2 എയർ ഒബ്സർവേറ്ററികൾ വെച്ചു. ഒന്ന് അമേരിക്കയിലെ കാലിഫോർണിയയിലും വേറൊന്ന് ന്യൂസിലൻഡിൻ്റെ തെക്കേ ഐലൻഡിലുമാണ്. 2 എയർ ഒബ്സർവേറ്ററികളുണ്ട്. ഈ രണ്ടിൻ്റെയും ഉദ്ദേശം വടക്കേ ദിക്കിനെ ശോധന ചെയ്യുന്നത് മാത്രമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ അമേരിക്കയിലെ ആ എയർ ഒബ്സർവേറ്ററിയിൽ പോയി 2 ദിവസം ട്രെയിനിങ് എടുക്കാൻ കർത്താവ് എനിക്ക് പദവി തന്നു. അതുകൊണ്ട് ഞാനിവിടെ പോയി. ഓസ്ട്രേലിയയിലെ എയർ ഒബ്സർവേറ്ററിയിൽ ജോലി ചെയ്യുന്ന ഒരു അലക്സ് ബ്രദറിനെ എനിക്കറിയാം. ഒരു ഉന്നത ശാസ്ത്രജ്ഞനാണ്, തനി മലയാളിയാണ്. ഒരു അലക്സ് ബ്രദറിനെ എനിക്കറിയാം. ഇവരെല്ലാം കൂടെ നോക്കി വെച്ച് പറയുന്നത്, എന്നെ അന്ന് ഒരു പിടിയും ഇല്ലെങ്കിലും അവിടുന്ന് ഏതാണ്ട് വലിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തോ വലിക്കുന്നുണ്ട്. ഈ വലിക്കുന്ന വസ്തുവിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഇനി ഞാനൊന്ന് പറയാൻ പോകും. അന്നേരം നമുക്ക് ഏറെക്കുറെ പിടികിട്ടും. എന്തും വേണ്ടും വലിപ്പമുള്ള വസ്തുവാണ് ഈ വടക്കേ നെബൂളയിൽ, വടക്കേ അറ്റത്തുള്ളത്. ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിൻ്റെ മേൽ തൂക്കുന്നു. ആര് നോക്കിയാലും വടക്കൊന്നും കാണാനില്ല. മറുവശം ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ദൈവത്തിൻ്റെ സമാഗമ പർവ്വതം എന്നൊരു പദം ബൈബിളിൽ കിടപ്പുണ്ട്. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ഉണ്ടൊരു സ്വർഗം, എങ്കിൽ അവൻ്റെ വലിപ്പം തന്നെ ഉണ്ടെന്ന്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തിയും ഞാനും തമ്മിലൊരു വടംവലി നടന്നാൽ, എനിക്ക് ആരോഗ്യം കുറവാണ്, ഇന്ന് പ്രായവുമായി, സർജറി കഴിഞ്ഞതാണ്, ബലമില്ലാത്തതുകൊണ്ട് 1 മിനിറ്റിനകം നിങ്ങൾ എന്നെ വലിച്ചടിപ്പിക്കും. ഞാൻ താഴെ വീണ് നിങ്ങൾ എന്നെ വലിച്ചടിപ്പിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളിൽ ഒരാളുമായിട്ടാണ് ഞാൻ വടം വലിക്കുന്നത്, ഞാൻ അവനെ ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കും. ഇത് പ്രപഞ്ചത്തിലോട്ട് സ്വർഗം വരികയല്ല, അങ്ങോട്ട് ഈ പ്രപഞ്ചം പോവുക. പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഭൂമി നമുക്കൊന്ന് നടന്നാൽ തീരുന്നതല്ല, ഇതിനേക്കാളൊക്കെ വലുതാണ്. നമ്മുടെ ഭൂമിയെ പോലെ 13 ലക്ഷം ഭൂമികൾ ഒരുമിച്ച് പൊടിച്ചിട്ടാലേ നമ്മുടെ സൂര്യൻ്റെ വലിപ്പമാകത്തുള്ളൂ. 13 ലക്ഷം ഭൂമികൾ ഒരുമിച്ച് പൊടിച്ചാലേ ഒരു സൂര്യൻ്റെ വലിപ്പമാകത്തുള്ളൂ. നമ്മുടെ സൂര്യനേക്കാൾ 25 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ വരെ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് കണ്ടുപിടിക്കാൻ കാണും. ഇതെല്ലാം കൂടെ ചേരുന്ന എണ്ണവും കണക്കുമില്ലാത്ത വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തെ വടക്കോട്ട് ആരണ്ട് വലിക്കുന്നെങ്കിൽ അവൻ്റെ വലിപ്പം തന്നെ ആയിരിക്കും. ഇവിടെ ഞാൻ ബലമെന്നുള്ള പദം ആദ്യം ഉപയോഗിച്ച വടം വലിക്ക്, പക്ഷെ മാസം എന്നാണ് ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത്. അവൻ്റെ വലിപ്പം തന്നെ ആയിരിക്കുമെന്ന്. അതാ സ്വർഗം. വൻകിട ദൂതന്മാരെ നക്ഷത്രങ്ങളിൽ പാർപ്പിക്കാതെ പലരെയും സ്വർഗത്തിലോട്ട് മാറ്റി. ആ കൂട്ടത്തിൽ ഒരുത്തനായിരുന്നു നമ്മുടെ ലൂസിഫർ. ഇവിടെ ബൈബിളിലോട്ട് തിരിച്ചു വരിക. നമ്മുടെ ലൂസിഫർ അതിലൊരുവനായിരുന്നു. സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ആരാധ്യൻ യജമാനനായ ദൈവം മാത്രം. ദൈവത്തെ ആരാധിക്കണം, കാരണം അദ്ദേഹം ഇത് ഉണ്ടാക്കിയത്. സകലതും ചരാചരങ്ങൾ നിർമ്മിച്ചത് ദൈവമാകയാൽ എല്ലാവരും ദൈവത്തെ മാത്രം ആരാധിക്കണം എന്നതായിരുന്നു ദൈവിക വിധി. കാലത്തിൻ്റെ പോക്കിൽ ലൂസിഫർ ഒരു പുത്തൻ സിസ്റ്റം കൊണ്ടു. ലൂസിഫർ പറഞ്ഞു, എൻ്റെ കീഴിലുള്ള ദൂതന്മാർ എന്നെയും കൂടെ ആരാധിക്കണം.
ഇവനെ ഒത്തിരി വൃത്തികെട്ടവനാണ്. ഞാൻ അത് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല തൽക്കാലം. എനിക്ക് അദ്ദേഹത്തെ വലിയ പേടിയില്ല കേട്ടോ. കാര്യം കർത്താവ് എന്നെ കാക്കുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ അവന് ഒന്ന് ഊതിയാൽ ഞാൻ ബാക്കി കാണുകയില്ല. പക്ഷെ കർത്താവ് എന്നെ കാക്കുന്നത് കൊണ്ട് എനിക്ക് അതിന് വലിയ പേടിയില്ല. ഇവന് ഒരഹങ്കാരിയാണ്. ആ ഭാഗത്തോട്ട് ഇന്ന് ഞാൻ തിരിയുന്നില്ല. പകൽ മീറ്റിംഗ് എങ്ങനെ എടുക്കുകയാണെങ്കിൽ അന്നേരം നോക്കിക്കോളാം. ഇപ്പം തൽക്കാലം അങ്ങോട്ട് ഞാൻ തിരിയുന്നില്ല. ഇവൻ പറഞ്ഞു, എൻ്റെ കീഴിലുള്ള ദൂതന്മാർ എന്നെ ആരാധിക്കണം. ആരാധന ദൈവം മാത്രം അർഹിക്കുന്നതും മറ്റാരുമായും പങ്കിടാത്തതുമാണ്. മഹത്വം ദൈവം മറ്റാരുമായി പങ്കിടത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. എന്നെ കൊണ്ട് ഒക്കുന്നത് പോലെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു സഭായോഗം കളയാതെ ആരാധനകളിൽ പങ്കെടുത്തതാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഇന്ന് എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. എൻ്റെ എൻജിനീയറിംഗ് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ, എൻ്റെ കോളേജുകളിൽ പഠിക്കുമ്പോൾ ഞാൻ അധികം നൈറ്റ് കോളേജാണ് എടുത്തത്, അല്ലാത്ത ഡേ കോളേജല്ല. എനിക്കതിന് നിവൃത്തിയില്ലായിരുന്നു. 1 മണിക്കൂർ ശാസ്ത്രീയ വിഷയങ്ങൾ പഠിച്ചാൽ, എൻ്റെ എൻജിനീയറിംഗ് പഠിച്ചാൽ 1 മണിക്കൂർ ബൈബിളും പഠിക്കും. അതെൻ്റെ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 ഏരിയയും കൂടി ഒരുമാതിരി കൊണ്ടുപോകാൻ കഴിഞ്ഞത്. 1 മണിക്കൂർ ഞാൻ ഇതിന് പഠിച്ചാൽ 1 മണിക്കൂർ അതും പഠിക്കും. ഇങ്ങനെ ഞാൻ കൊണ്ടുപോയത്. അതുകൊണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ 2 സൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ കൃപയാൽ എനിക്ക് സാധിച്ചു. ലൂസിഫർ ദൈവത്തോട് എതിർത്തത് കൊണ്ട് ഓക്കെ, ഞാൻ ചെറിയ പ്രായത്തിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രവാചകനിലൂടെ ദൈവം എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. മോനെ, ഞാൻ നിന്നെ കൃപാവരങ്ങൾ ഏൽപ്പിക്കും, ഞാൻ കൃപാവരങ്ങൾ കൊണ്ട് നിന്നെ നടത്താം. പക്ഷെ മറക്കരുത്, ഞാൻ മനുഷ്യനുമായി മഹത്വം പങ്കുവെക്കത്തില്ല. എം എ വർഗീസിൻ്റെ കൈ കൊണ്ടൊരു കൃപാവരം നടന്നാൽ ഞാൻ മിടുക്കനായാണ്, ദൈവം എന്നെ മാനിച്ചത് കൊണ്ട് നടന്നു. നോ, മിണ്ടരുത്, മനുഷ്യനുമായി മഹത്വം പങ്കുവെക്കത്തില്ല. നീ കർത്താവിന് വേണ്ടി ഒരു ജോലി ചെയ്താൽ നിനക്കതിൻ്റെ കൂലി കിട്ടും. പക്ഷെ മഹത്വം ദൈവത്തിന് മാത്രം. ലൂസിഫർ പറഞ്ഞ് എനിക്ക് മഹത്വം വേണം. നമ്മെ പലരും മഹത്വത്തിന് പോകുമ്പോഴാണ് ഈ തമ്പുരാൻ തൊഴിച്ച് താളുന്നത്. അവന് മഹത്വം വേണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇനി നിന്നെ സ്വർഗത്തിൽ താമസിപ്പിക്കാൻ കൊള്ളുകയില്ല, ഇനി നിന്നെ സ്വർഗത്തിൽ താമസിപ്പിക്കാൻ കൊള്ളുകയില്ല. ഒരിക്കൽ ഇത്രയും പെശ ഉണ്ടാക്കിയാൽ ഇനി നിന്നെ ഒരിക്കലും കൊള്ളുകയില്ല, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു വിടുക. അതിൻ്റെ അർത്ഥം നിന്നെ ശിക്ഷിച്ച് തള്ളുമെന്നല്ല. നോ, ദൈവം ഇന്നും അവസരങ്ങൾ തരും. നിനക്കൊരവസരം തരാം, പക്ഷെ സ്വർഗത്തിൽ വെച്ച് വേണ്ട. ലൂസിഫറിനെ പാർപ്പിക്കുവാൻ വേണ്ടി പണിതതാണ് ഭൂമി. ആദിയിൽ ദൈവം ആകാശവും. അത് ഒരു 9.2 ബില്യൺ 920 കോടി വർഷം. ഈ 920 വർഷത്തിൻ്റെ അവസാനമായപ്പോഴാണ് ഇവൻ പറഞ്ഞത്, മറ്റു ദൂതന്മാർ എന്നെ നമസ്കരിക്കണം, മഹത്വം എനിക്കും വേണം. കർത്താവ് പറഞ്ഞു, വേണ്ട, നിന്നെ ഒന്ന് മാറ്റി പാർപ്പിക്കാൻ പോവാം. അദ്ദേഹത്തെ പാർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമി ഉണ്ടാക്കിയത്. ബൈബിൾ പറയുന്നു ദൈവം ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഈ ദൈവം ഇല്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാർ പണ്ടൊരു കാലത്ത് ഇപ്പം മുണ്ടത്തില്ല, വായു വെള്ളം ഒഴിച്ച് നടക്കുക. പണ്ടവർ പറയുമായിരുന്നു ഭൂമിക്ക് അടിസ്ഥാനമൊന്നുമില്ല, ഇതിനകത്തന്നത്തിൻ്റെ അടിസ്ഥാനമാണ്. അയ്യോ, അങ്ങനെയൊന്നും അല്ല സാറേ. ശാസ്ത്രലോകം അകത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതിന് 7 പടി അടിസ്ഥാനമാണ്. സ്വർഗത്തിന് 12 അടിസ്ഥാനങ്ങളുണ്ട്, ഭൂമിക്ക് 7 അടിസ്ഥാനങ്ങളുണ്ട്. ഇതിന് 7 അടിസ്ഥാനമുണ്ട്. ഇതിന് എൻ്റെ പടങ്ങളൊക്കെ ആവശ്യമുള്ള ശാസ്ത്രീയ പടങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 7 അടിസ്ഥാനങ്ങളിട്ട്. എന്തുകൊണ്ടാണ് അടിസ്ഥാനം ഇട്ടെന്നറിയാം? അല്ലേ നാളെ ഇവനിത് പിന്നെയും തല്ലിപ്പൊളിക്കും. അതുകൊണ്ടാണ്. കാര്യം അവനും ഭയങ്കര ശക്തനാണ്, അവനും ഭയങ്കര ശക്തനാണ്. അവന് 920 കോടി വർഷം ദൈവത്തോടുകൂടെ നടന്ന് ദൈവിക രഹസ്യങ്ങൾ മുഴുവനും കണ്ടു പഠിച്ചവനാ അവനും. അവനിത് തിരിച്ചു പൊളിക്കാതിരിക്കാൻ വേണ്ടി ദൈവം 7 അടിസ്ഥാനങ്ങളോടെ ഭൂമിയെ സൃഷ്ടിച്ചു. ഈ അഴുക്കിനെ ഭൂമിയിലേക്ക് തള്ളി. നിശ്ചയമായും സ്വർഗത്തിൽ നിന്നാണ് ഒരുത്തർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിനിതൊക്കെ വലിപ്പമൊന്നും ഇവിടെ ഇത് തീരെ ചെറുതാണ്. ഞാനൊരു ഉദാഹരണം ഇങ്ങനെ പറയാം. നമ്മുടെ കേരളം മുഴുവനും നടന്ന് മോഷ്ടിക്കുന്ന ഒരു മോഷ്ടാവിനെ പിടികിട്ടിന്നിരിക്കട്ടെ. ആരെങ്കിലും അവനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതി അവനെ ശിക്ഷിച്ചു, ജയിലിലിടാൻ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേരളത്തോളം വലിപ്പമുള്ള ജയിൽ പണിയൊന്നും ഇല്ല? അവനെ ശിക്ഷിക്കാൻ വേണ്ടി ജയിലിടുന്നു. എല്ലാവരും ഇടുന്ന പോലെ വലിപ്പം കുറഞ്ഞ ഒരു കൊച്ചു ജയിലിനകത്തോട്ട് പിടിച്ചിടുക, എങ്കിലും ഏത് ശിക്ഷയാകത്തുള്ളൂ. ലൂസിഫറിന് വലിപ്പമുള്ള സ്വർഗത്തിൽ നിന്ന് തള്ളിയപ്പോൾ സ്വർഗത്തെ പോലെ വലിപ്പമുള്ള ഒന്നിലോട്ടല്ല എടുത്ത് ഇതിനകത്തോട്ട് തള്ളി കയറ്റുമായിരുന്നു. പോടാൻ പറഞ്ഞു. അവനെ ഇതിനകത്തോട്ടിട്ടു. അവന് വേണ്ടിയാണ് ഈ ഭൂമി ഉണ്ടാക്കിയത്. ഞാൻ ഒരു തെളിവ് ഒന്ന് പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. സാത്താൻ യേശുവിനെ പരീക്ഷിക്കവൻ വന്ന് ഈ ഭൂമി മുഴുവനും കാണിച്ചു പറഞ്ഞൊരു പദമുണ്ട്, ഈ കാണുന്നത് മുഴുവനും എൻ്റേതാ. ഓർമ്മയുണ്ടോ? വീണ് എന്നെ നമസ്കരിച്ചാൽ നിനക്ക് തിരിച്ചു തന്നേക്കാം, ഇത് എൻ്റെയാ. എന്നിട്ട് എന്നെ വകയിലിടാം നിൻ്റെ എന്നൊരു ചോദ്യം യേശു ചോദിച്ചില്ലല്ലോ. യേശുവിനും അറിയാം, അവനും അറിയാം, ഉണ്ടാക്കിയത് അവന് വേണ്ടിയാ. പക്ഷേ അവൻ ഈ ഭൂമിയിൽ അവനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാതെ വന്നു.
ഇത് നാളെ ഞാൻ എടുക്കേണ്ടിയിരുന്ന ഒരു കാര്യത്തിൻ്റെ അടിത്തറ ഇതാ. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് തൊടുന്നത്. നാളെ ഞാൻ ഇതിൻ്റെ ഈ അടിത്തറയിൽ ഇനി പണിയാനുണ്ട്. ഇന്ന് സൂചിപ്പിച്ചു പോകും, നാളത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. അവനെ ഇവിടെ ആക്കിയേച്ചു പറഞ്ഞു, ദൈവിക തത്വത്തിൽ ഭൂമിയെ ഭരിക്കണം. സ്വർഗത്തിൽ എന്തുണ്ട് അതുപോലെ ഇവിടെയും ആക്കണം. ഈ ഭൂമി ഒഴിച്ചാൽ, ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഭൂമി ഒഴിച്ചാൽ അടിസ്ഥാനമുള്ള ഒരു ഗ്രഹം ഈ പ്രപഞ്ചത്തിലില്ല. സ്വർഗം പ്രപഞ്ചത്തിൻ്റെ വെളിയിലാണ്. അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് അറിയത്തുമില്ല. സ്വർഗത്തിന് അടിസ്ഥാനമുണ്ട്, പക്ഷെ അതിൻ്റെ റിപ്ലിക്ക, അതിൻ്റെ ഒരു പ്രതികരണമാകേണ്ടതിന് ദൈവം ഭൂമിയെ ഉണ്ടാക്കിയതും അടിസ്ഥാനത്തോടെയാണ്. അവനെ ഇവിടെ ആക്കിയേച്ചു പറഞ്ഞു, എൻ്റെ സ്വർഗീയ തത്വങ്ങൾ ഇവിടെ നടക്കണം. ഞാനത് പറയാനുള്ള കാരണം, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴെന്തോ പഠിപ്പിച്ച, അങ്ങയുടെ രാജ്യം ഇവിടെ വരണം. ഇവിടെ മോനെ ലൂസിഫറെ, നിന്നെ ഇവിടെ ആക്കുന്നത് എൻ്റെ തത്വസംഹിത, എൻ്റെ സംസ്കാരം, എൻ്റെ നീതി, എൻ്റെ രാജ്യം ഇവിടെ കൊണ്ടുവരാനാ. നീ അത് ചെയ്തു. നിന്നെ പ്രപഞ്ചത്തിൻ്റെ, ഭൂമിയുടെ അധികാരിയാക്കി വെച്ചു. ഭൂലോകത്തിൻ്റെ പ്രഭു എന്നാണ് അന്ന് അവന് കൊടുത്ത പേര്. നീ ഭൂമിയുടെ പ്രഭുവാണ്, ഇവിടം ഭരിക്കാൻ പറഞ്ഞു. ശരി, ഈ അഴുക്കൻ ഭരിച്ച ഭരണം തികച്ചും വികൃതമായി പോയി. അവൻ ദൈവത്തിൻ്റെ തത്വസംഹിത സൂക്ഷിക്കാതെ അവൻ്റെ കൾച്ചർ, അവൻ്റെ സംസ്കാരം ഭൂമിയിൽ കൊണ്ടുവന്നു. ഒത്തിരി തെളിവുണ്ട്, 1, 2, 10 ഒന്നുമല്ല, ഒരുപാട് തെളിവുകൾ ശാസ്ത്രത്തിന് കിടപ്പുണ്ട്. ഒരു ദിവസം കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് തെക്കേ അമേരിക്കയിൽ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ബൊളീവിയ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ മുകളിൽ അവർ ഒരു ഭൂമിയുടെ അടിയിലേക്ക് നോക്കുന്ന ഒരു റഡാർ വെച്ച് നോക്കിയപ്പോൾ തേണ്ട ഭൂമിക്ക് അടിയിലിരിക്കുന്ന ഒരു വലിയ കെട്ടിടം. ഭൂമിക്കടി കെട്ടിടവും എന്തെങ്കിലും ഭൂകമ്പത്തെങ്കിൽ മറിഞ്ഞു വീണതായിരിക്കാം. ആന്നു ആ കെട്ടിടം നോക്കാനായിട്ട് അവർ കുഴിച്ചിറങ്ങിയപ്പോഴറിയുന്ന ഒരൊറ്റ കെട്ടിടത്തിൻ്റെ ഉയരം 3.5 കിലോമീറ്ററാണ്. 3.5 കിലോമീറ്റർ. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ കെട്ടിടത്തിന് 50 നിലയുണ്ടെങ്കിൽ 500 അടിയായിരിക്കും. ഇത് 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം ബൊളീവിയയുടെ അടിയിലിരിപ്പുണ്ട്. പിക്ചറെല്ലാം കിട്ടും. ആക്ച്വലി ശാസ്ത്രീയമായി താല്പര്യമുള്ളവർ ഇൻ്റർനെറ്റിൽ കയറി നോക്കിയാൽ മതി, അതിനകത്ത് കിടപ്പുണ്ട് ആ പടം സഹിതം. അവൻ്റെ കൾച്ചറിലേക്ക് സകലതും മാറ്റി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒന്നുകൂടെ വന്നു. ഒരു 1.5 ബില്യൺ വർഷം കൂടെ കഴിഞ്ഞപ്പോൾ, 1.5 ബില്യൺ വർഷം കൂടെ, ഒരു 150 കോടി വർഷം കൂടെ കഴിഞ്ഞപ്പോൾ, 15 കോടി വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ദൈവം ഒന്നുകൂടെ വന്നിച്ച് ഇവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളി. അന്ന് മുതൽ ഇവൻ അറിയപ്പെടുന്നത് ആകാശത്തിൻ്റെ പ്രഭു എന്നാണ്. വേദപുസ്തകം അവന് കൊടുത്തിരിക്കുന്ന 1-ാമത്തെ പേര് ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ്. 2-ാമത്തെ പേര് ആകാശത്തിൻ്റെ പ്രഭു എന്നാണ്. ഇവനെ ആകാശത്തേക്ക് തള്ളിയേച്ച് ഈ ഭൂമിയെ ദൈവം ഒന്ന് റീഫോം ചെയ്തു. ഇന്ന് ഞാനത് എടുക്കത്തില്ല. ഇതിൻ്റെ കോസ്മോസ് മാറ്റി എന്നാണ് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ വേദ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സ്ട്രോങ് ഒരു ഭയങ്കര പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഈ കോസ്മോസ് എന്ന പദം 2 പത്രോസ് 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അന്നുണ്ടായിരുന്ന ആകാശവും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്ന് എഴുതിയിരിക്കുന്നത് തർജ്ജിമ പിശകാണ്. അന്നുണ്ടായിരുന്ന കോസ്മോസും അന്നുണ്ടായിരുന്ന ഭൂമിയും എന്നാണ് ഒറിജിനൽ ബൈബിളിൽ. കോസ്മോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സംവിധാന ക്രമമെന്ന. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്രമമങ്ങ് മാറ്റി. ലൂസിഫറിനെ ആദ്യമേ ഭൂമിയിലേക്ക് മാറ്റുമ്പോൾ, ഞാൻ അവിടെ നിന്നാണ് പോയത്, ലൂസിഫറിനെ ആദ്യം ഭൂമിയിലേക്ക് മാറ്റുമ്പോൾ സ്വർഗത്തിൽ അവൻ പാർത്തിരുന്ന കെട്ടിടങ്ങൾ മുഴുവനും കാലിയായി. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്വർഗത്തിൽ അവൻ പാർത്തിരുന്ന എല്ലാ കെട്ടിടങ്ങളും കാലിയായി. ഇതാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് വലിയവനെയും ചെറിയവനെ എല്ലാം താമസിപ്പിക്കാനുള്ള ചെറുതും വലുതുമായ ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ചെതറിപ്പോകാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെതറും, ദൈവം ആഗ്രഹിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഒത്തിരി പേര് വരത്തില്ല. എന്നാൽ എൻ്റെ ആഗ്രഹം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണമെന്ന്. ഞാൻ ഇവിടെ ഒരു ചെറിയ സംഭവ ചരിത്രം പറയാം. ബഥേൽ ചർച്ചിന് ദൈവത്തിൻ്റെ കരുണയാൽ, എനിക്ക് പിന്നെ ആവർത്തിക്കുന്നതിനകത്ത് ദുഃഖമുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ മനസ്സിലാക്കാൻ ഇത് പറഞ്ഞേ പറ്റൂ. ഞാൻ ബഥേൽ ചർച്ചിൽ ആദ്യമായി വരുമ്പോൾ, ബാംഗ്ലൂരിലെ ബഥേൽ ചർച്ചിന് ആദ്യമായി വരുമ്പോൾ 22 അംഗങ്ങളാണ് ഞങ്ങളുള്ളത്. ഇന്ന് 22,000 ഒരല്പം കൂടെ കൂടുതലുണ്ട്. 1000 ഇരട്ടി കൂടുതൽ വളർന്നു. 1,00,000-ലധികം ആളുകൾ അവിടെ സ്നാനപ്പെട്ടിട്ടുണ്ട്. സ്നാനപ്പെട്ട ഒരുപാട് പേര് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോയി. ചിലതിനെ ഞങ്ങൾ തന്നെ നിന്നെ കൊള്ളുകയില്ല തൊഴിച്ചിറക്കി വിട്ടു, വേറെ ചിലർ ഞങ്ങളെ തൊഴിച്ച് വെച്ച് സ്ഥലം വിട്ടു. ഇങ്ങനെ എല്ലാം ഉണ്ട്. 1,00,000-ഓളം ആളുകൾ സ്നാനപ്പെട്ട്. എന്താ കാരണം? കുറേ ആഴത്തിലിറങ്ങി ചില കാര്യങ്ങൾ ഗ്രഹിച്ചതുകൊണ്ടാണ്. ആളുകളെ അതുപോലെ പഠിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്,
പൈശാചിക ശക്തികളോട് എതിർത്തത് കൊണ്ടാണ്, അതിനകത്ത് ഞങ്ങൾ ജയിച്ചതുകൊണ്ടാണ്. ഓക്കെ, ഇതെല്ലാം ഒരു വശത്ത്. യേശു ഒരു കൂട്ടം ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തേച്ച് അവരോട് പറഞ്ഞൊരു പദമുണ്ട്. ഞാൻ തിരിച്ചു വരട്ടെ. ചർച്ചിൻ്റെ ഈ വളർച്ചയുടെ കാലത്ത് ഒരുപാട് കൃപാവരങ്ങൾ സഭയ്ക്കകത്ത് വ്യാപരിച്ചു. കൃപാവരങ്ങൾ എന്നൊക്കെ കേട്ട ചെകുത്താന് ഇഞ്ചി കടിച്ച കുരങ്ങ് പോരാന്ന് പറയും. ഭയങ്കര വൈരാഗ്യമാണ്. കാര്യം കൃപാവരം നടന്നു പോയാൽ അവൻ്റെ അടിത്തറ ഇളകുന്നതാണ്. അതുകൊണ്ട് പക്ഷെ അതിനത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഒരുപാട് കൃപാവരങ്ങൾ ചർച്ചിനകത്ത് വ്യാപരിച്ചു. അതിനകത്ത് ദൈവവചനവുമായി വലിയ പരിചയമില്ലാത്തവരും രക്ഷിക്കപ്പെട്ടിട്ട് യേശുവിനെക്കുറിച്ച് കേട്ടിട്ട് ബൈബിളിൻ്റെ ഒരു കോപ്പി കൈ കിട്ടിയിട്ട് വെറും 3 മാസം മാത്രം കഴിഞ്ഞവരുമായ കുഞ്ഞുങ്ങൾ വരെ ആത്മവിവശതയിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇവർ പലരും സ്വർഗത്തിൽ പോയി കാഴ്ചകൾ കണ്ടുവച്ച് തിരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ 10-60 വർഷം ബൈബിൾ പഠിച്ച എനിക്കില്ലാത്ത ജ്ഞാനത്തിൽ വേദപുസ്തകത്തിൽ നിന്ന് അണുവള മാറാതെ അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇവർ വന്ന് പറയുമ്പോൾ മുട്ടുകുത്തി അംഗീകരിക്കല്ലാതെ നിവൃത്തിയില്ല. അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. സ്വർഗത്തിലേക്ക് അനേകരെ ദൈവം കൊണ്ടുപോയി, നരകത്തിലേക്ക് അനേകരെ കൊണ്ടുപോയി, കാര്യങ്ങൾ കാണിച്ചേച്ചു എന്ന് പറഞ്ഞു. ചർച്ചിനകത്ത് ഭയപ്പെടേണ്ടവൻ ഭയപ്പെടട്ടെ, അനുസരിക്കേണ്ടവൻ അനുസരിക്കട്ടെ. അന്ന് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു മോള്, ഞാൻ മോളെന്ന് പറഞ്ഞാൽ എനിക്ക് മോളാന്നാ, അവൾക്ക് ഒരു 30 വയസ്സിനടുത്ത് പ്രായം വരും. ഒരു പാസ്റ്ററുടെ ഭാര്യ. അവർക്ക് സ്വന്തം എസ്റ്റേറ്റും മറ്റുമൊക്കെയുള്ള ധനികരായ ആളുകളാണ്. പക്ഷെ ജനിച്ചത് മുതൽ ദൈവം മുമ്പിൽ ഭക്തിയോടെ ജീവിച്ച ഒരാളാണ്. ഭക്തിയോടെ ജീവിച്ചത്. ഇവളൊരു ദിവസം എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞാൻ 10-25 വർഷം ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. അറിയപ്പെടുന്ന തെറ്റുകളിൽ ഒന്നും ചെയ്യാതെ നടന്നിട്ട് എനിക്ക് ഇതുപോലുള്ള ഒരു വെളിപ്പാടില്ല. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്ന ഉമ്മരെയൊക്കെ തമ്പുരാനെ കൊണ്ടുവന്ന് എന്തൊരു കളിയായത്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്കും ഇതുപോലുള്ള ചില വെളിപ്പാട് വേണം. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കാം, എനിക്കും കിട്ടിയിട്ടില്ല, എനിക്ക് കംപ്ലൈൻറ്റും ഇല്ല, ദൈവത്തിനറിയാം ആർക്ക് എന്നാ തരണമെന്ന്. എൻ്റെ ശുശ്രൂഷ വേറെയാണ്, ഞാനത് ചെയ്യുന്നു, നിന്നെ ദൈവിച്ച ദൈവം നീ ചെയ്യേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ പോയി അങ്ങ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കും കിട്ടിയേ പറ്റൂ. ഒരു ദിവസം കരഞ്ഞു വിളിച്ച് വേർത്തോണ്ട് എൻ്റെ അടുക്ക് വന്നു പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊരു സ്വർഗീയ ദർശനം കിട്ടി. ഞാൻ ഒരുപാട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞേച്ചാണ് കിടന്നത്. രാത്രി കിടന്നപ്പോൾ ഒരു ദൂതൻ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, വാ നിന്നെ സ്വർഗം കാണിക്കാൻ കൊണ്ടുപോവാ. പെട്ടെന്ന് എൻ്റെ അറിവിൽ ഞാൻ മരിച്ചു. എൻ്റെ ആത്മാവ് മുകളിലോട്ട് പോന്നു. ഞാൻ താവോട്ട് നോക്കുമ്പോൾ എൻ്റെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ ഇടവും വലവും ശവത്തിൻ്റെ ഇടവും വലവും കിടക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. എൻ്റെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ, 5 വയസ്സിന് താഴെയുള്ള അന്ന് മൂത്ത കുഞ്ഞിന് പ്രായം. എൻ്റെ 2 കുഞ്ഞുങ്ങൾ എൻ്റെ ശവത്തിൻ്റെ ഇടവും വലവും കിടക്കുന്നു. ഭർത്താവ് തൊട്ടടുത്ത കട്ടിൽ കിടക്കുന്നു. ഇവരെല്ലാം ഇട്ടേച്ചാണ് ഞാനീ പോകുന്നത്. ഇവളുടെ വിശദീകരണം ഒന്ന് കേട്ടോണം. ചില മിനിറ്റുകൾക്ക് ശേഷം ഞാനൊരു വാതിൽ കണ്ടു. ആ വാതിൽക്കൽ എന്നെ കൊണ്ട് നിർത്തി. അവിടെ ഒരു വലിയ ദൂതൻ ഇരിപ്പുണ്ട്. ആ ദൂതൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ മോള് എന്നോട് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ആവർത്തിക്കാം. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ചിൻ്റെ സ്റ്റേജിനും ഇതിനേക്കാൾ കുറയാത്ത വലിപ്പമുണ്ട്. ഏറെക്കുറെ ഇത്രയൊക്കെ ആയിരിക്കും, കളരമുണ്ട്. അവൾ പറഞ്ഞു, പാസ്റ്റർ സ്റ്റേജിൽ നിന്നുണ്ട് പുസ്തകം തറയിൽ വെച്ചാൽ അത് വെള്ളോട്ട് കളന്ന് നിൽക്കും, ഭയങ്കര കട്ടിയാണ്. പാസ്റ്ററുടെ കൈ എത്തിയാൽ അതിൻ്റെ മേളിൽ തൊടത്തില്ല, അത്രയും കട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഹാബേൽ മുതൽ ഇങ്ങോട്ടുണ്ടായ എല്ലാ ഭക്തന്മാരുടെയും പേരെഴുതി വെച്ചിരിക്കുന്ന ജീവൻ്റെ പുസ്തകമായി വെളി പറയുന്നത്. ആ പുസ്തകം ദൂതൻ്റെ കയ്യിലുണ്ട്. എന്നെ കണ്ട ഉടനെ ആ ദൂതൻ നന്നായി ചിരിച്ചിരിച്ചു പറഞ്ഞു, മോളെ നീ ഇഞ്ഞ് വന്നോ ഇപ്പോഴേ? ഇയാൾക്ക് എല്ലാവരെയും കാണാതറിയാം. നീ ഇഞ്ഞ് വന്നോ ഇപ്പോഴേ? എന്താ നീ ഇപ്പോഴേ ഇഞ്ഞ് വന്നത്? ചോദിച്ചു പറഞ്ഞു, നിൻ്റെ പേര് ഈ പുസ്തകത്തിലുണ്ട്, അതൊന്ന് ടിക്ക് ചെയ്തേച്ച്. ചില ഒരു പേര് ടിക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് ടിക്ക് ചെയ്തേച്ചേ അകത്തോട്ട് കയറ്റാൻ ഒക്കത്തുള്ളൂ. 1 മിനിറ്റ് നിൽക്കേ, ഒന്നുമില്ല. അപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നു കഴിഞ്ഞു. അടുത്ത ആളിനോട് ഈ ദൂതം പറഞ്ഞു, നിൻ്റെ പേര് ഇവിടെ അല്ല, അങ്ങേ വാതില്ല, അത് നരകത്തിൽ പോകുന്നതാണ്, അങ്ങേ വാതില്ല, നിൻ്റെ പേര് അങ്ങോട്ട് പോകോളാൻ പറഞ്ഞു. 3ാമത് വന്ന ആളിനോട് പറഞ്ഞു, നിൻ്റെ പേര് ഇവിടെ. ടിക്ക് ചെയ്തു. എല്ലാവരുടെയും പേര് കിട്ടുന്നുണ്ട്, ഒത്തിരി പേരെ മറ്റിടത്തോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. എൻ്റെ മോടെ പേര് കിട്ടുന്നില്ല. അയാൾ തപ്പടാ തപ്പ്. 10 മിനിറ്റ് കൊണ്ട് അവളെ വേർത്തു. അവൾ പറഞ്ഞു, എൻ്റെ പേര് കാണത്തില്ലോ എന്നെനിക്കൊരു പേടി. ദൂതം പറഞ്ഞു, ഞാനല്ലയോ പറഞ്ഞത്, ഞാൻ എഴുതിയത് ഓർമ്മ എനിക്കുണ്ട്, നിൻ്റെ പേര് ഇതിനകത്തുണ്ട്, കണ്ടുപിടിക്കാം, ടിക്ക് മാർക്ക് ചെയ്യാം. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പേര് കിട്ടി. അപ്പോഴത്തേക്ക് ഇവൾ വേർത്ത് വല്ലതായി കുഴഞ്ഞു വീഴുമെന്ന് പരുവമായി. നിൻ്റെ പേര് കിട്ടി. എന്നിട്ട് പേര് ടിക്ക് ചെയ്യുന്നതിന് പകരം അവൾ പറഞ്ഞ പദം ഇതാണ്, അയാളെ പേന താവോട്ട് വെച്ചു. പേന താവോട്ട് വെച്ച് ഒരു കൈ കൊണ്ട് നെറ്റിക്കൊന്ന് അടിച്ചു. നാണമില്ലല്ലോ നിനക്ക് കയറി വരാൻ?
ചുമ്മാ അല്ല നിന്റെ പേര് കിട്ടാൻ താമസിച്ച്. നിന്റെ പേര് ഇതിനകത്തുണ്ട്. നീ ജയിച്ചതാ. കൃത്യം 40% മാർക്കാ. കുഞ്ഞെ ആദ്യം കയറിപ്പോയി ഒരു 98ഉം 99% മാർക്കുള്ളവരാ. നിനക്ക് കൃത്യം 40% മാർക്കാ. നീ സ്വർഗത്തിൽ തന്നെയാണ്. നിനക്ക് ഇതിനകത്ത് സ്ഥലമുണ്ട്. പക്ഷേ നോക്കടി, അവിടെ മഹത്വമുള്ള ഭയങ്കര കെട്ടിടങ്ങൾ കണ്ടോ? അതിനകത്താണ് ഭക്തന്മാരിൽ പലരും താമസിക്കുന്നത്. നിനക്ക് കയറാനൊക്കത്തില്ല. ഇഞ്ഞപ്പുറത്ത് കുറച്ച് കുടിലുകളുണ്ട്, അതിനകത്ത് നീ താമസിക്കുന്നത്. അവിടെ ആരാധനയുടെ ശബ്ദം കേട്ടോ? ഭക്തന്മാർ ദൈവത്തെ രാപകൽ ആരാധിക്കുക. നിനക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല. നിനക്കിവിടെ ഗേറ്റ് കീപ്പറാണ് നിന്റെ ജോലി. വരുന്നവരുടെ കാര്യങ്ങൾ നോക്കാൻ, കള്ളം കയറാതെ നോക്കാൻ ഗേറ്റ് കീപ്പറുടെ ജോലിയാണ് നിനക്ക്. നിനക്ക് ഭൂമിയിലായിരുന്ന സമയത്ത് ഒരല്പം കൂടെ അധ്വാനിച്ച് 4 ആത്മാക്കളെ നേടാൻ വയ്യായിരുന്നു? ഇടി 40 മാർക്ക് വാങ്ങിച്ച് പാസ്സാകുന്നവരെ ഇടുന്ന സ്ഥലം അവിടെ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഈ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്. മിനിറ്റുകൾക്കകം യേശു പ്രത്യക്ഷപ്പെട്ട് വെച്ച് പറഞ്ഞു, നിനക്ക് കാര്യം മനസ്സിലായല്ലോ, നീ തിരിച്ചു പോകും. നീ തിരിച്ചു പോയാൽ പഴയ പോലെ ജീവിക്കരുത്, എന്തേലും ഫലം കായ്ക്കണം. ഇപ്പോൾ എം എ ബ്രിസിനോട് പറ, അവൻ പോകുന്നിടത്തൊക്കെ ഇത് വിളിച്ചു പറയട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാടിടത്ത് ഇത് പറയുന്നത്, ആ മോടെ അനുവാദത്തോടുകൂടെ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വല്ല കുടിലും പോയി താമസിക്കാനാണ് താല്പര്യം. ഞാൻ രക്ഷിക്കപ്പെട്ട സ്വർഗത്തിൽ എവിടെ പോകുമടാ ആരെന്ന് ആര് പറഞ്ഞു? പക്ഷെ അങ്ങോട്ട് വിടാൻ അല്ലടാ കുഞ്ഞ എൻ്റെ താല്പര്യം, അങ്ങോട്ട് വിടാൻ അല്ല എൻ്റെ താല്പര്യം, കൊള്ളാവുന്ന ഒരിടത്ത് കൊണ്ടുപോകാനാണ്. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നിങ്ങൾ സ്വർഗത്തിൽ പോകും, പക്ഷേ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളിരിക്കുവാൻ എൻ്റെ കൂടെ നിങ്ങൾ വരണം. നമുക്ക് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സഭയെ കർത്താവ് ചേർക്കുമ്പോൾ വ്യത്യസ്ത ഗ്രേഡുകളിലാണ് ചേർക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12:26, മത്തായിയുടെ സുവിശേഷം 18:28 ഇതൊക്കെ നോക്കിയാൽ വാസസ്ഥലങ്ങൾ മാത്രമല്ല പലതുള്ളത്, സിംഹാസനങ്ങളുണ്ട്. ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കേണ്ടതിന് അപ്പോസ്തലന്മാർ എന്നോടുകൂടെ സിംഹാസനത്തിലിരുന്ന് അവരെ ന്യായം വിധിക്കും. വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ദൂതന്മാരെ നിങ്ങൾ ന്യായം വിധിക്കും. ഞാൻ ഇതുപോലെ നടന്ന് കേട്ടിട്ടുള്ള ഒരു സംഭവം, ഞാൻ കണ്ടത് ചേർത്ത് പറയാം. കേട്ടിട്ടുള്ള ഒരു സംഭവം, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട് തിരുവല്ലായിക്ക് അടുക്കല, കരിമ്പിലെ മാമ്പനുപദേശി എന്നു പേരുള്ള ഒരു ഉണർവ് പ്രസംഗകൻ മാർത്തോമ സഭയിൽ ഉണ്ടായിരുന്നു. കരിമ്പിലെ മാമ്പനുപദേശി, അന്ന് പെന്തക്കോസ്ത് തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പേ. മാമ്പനുപദേശിയൊക്കെ സുവിശേഷത്തിൻ്റെ തീപ്പൊരികളായിരുന്നു. അവരൊരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്, അനേകരെ കർത്താവിന് വേണ്ടി നേടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രസംഗകനും. കൺവെൻഷൻ പ്രസംഗം കൊണ്ട് അന്ന് ചിലവ് കഴിയാൻ ഒക്കത്തില്ല, കൃഷി ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കി കുടുംബം പുലർത്തുകയും രാത്രികളിൽ കൃഷി ചെയ്യാൻ മെനക്കെടാതെ കൺവെൻഷന് പോവുകയുമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. കുറേ വാഴയൊക്കെ അദ്ദേഹം വെച്ചു. നടന്ന ചരിത്രമായത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടതല്ല. കുറേ വാഴയൊക്കെ വെച്ചു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കുറേ വാഴ കള്ളം കൊണ്ടുപോയി. വാഴക്കൊലയും കൊണ്ട് കള്ളം പോയി. അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, അറിയാമെന്ന് ചോദിച്ചു. പറഞ്ഞു, അറിയാം, നിങ്ങൾ എന്നും കൺവെൻഷന് പോയില്ലയോ? എല്ലാവരും വാഴക്കൊലയ്ക്ക് കാവൽ കിടക്കും, നിങ്ങൾക്കതിന് കാവൽ കിടക്കാൻ നേരമില്ല, നിങ്ങൾ കൺവെൻഷന് പോവാം, അതുകൊണ്ട് വാഴക്കൊല കള്ളം കൊണ്ടുപോയി. പിന്നെ ചെയ്യാൻ ഞാൻ ഇന്നലെ അറിഞ്ഞതാണ്. മാമ്പൻ ഉപദേശിക്കുന്ന അരിശം വന്നു. ഞാൻ കണ്ടതല്ല, എൻ്റെ അപ്പന്മാർ കണ്ടതാ. മാമ്പൻ ഉപദേശിക്ക് അരിശം വന്നു. അക്കാലത്ത് കസേരകളില്ല, കൊരണ്ടി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കൊരണ്ടി പലക, അതിലാണ് ആളുകൾ ഇരിക്കുന്നത്. ഇവിടെ കൊരണ്ടി പലക കണ്ടിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഒന്ന് കണ്ടോട്ടെ. നമ്മുടെ തലമുറ പോകുന്നതിന് മുമ്പ് ഇത് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെ പിന്നെ ആർക്കൊന്നും പിടികിട്ടത്. ഒരു കൊരണ്ടിപ്പലക എടുത്ത് മുറ്റത്തോട്ടിട്ടു. എന്നിട്ട് പറഞ്ഞിടാ എബ്രിയലെ ഇങ്ങോട്ട് ഇരിടാന്ന്. മാമ്പൻ ഉപദേശി ചെയ്തു, എടാ എബ്രിയലെ ഇങ്ങോട്ട് ഇടാ. വേറൊരു കൊരണ്ടി ഇട്ട് അങ്ങേരിടുന്നു. എന്നിട്ട് പറഞ്ഞിടാ എബ്രിയലെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ എൻ്റെ വാഴക്കൊലയ്ക്ക് ആരായിരുന്നടാ കാവല്? എവിടെടാ എൻ്റെ വാഴക്കൊല? കൊണ്ടുപാടാ, എളുപ്പം കൊണ്ടുപാടാ എൻ്റെ വാഴക്കൊല. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കാണ് പോയേ. കരിമ്പിലെ മാമൻ ഉപദേശി മാർത്തോമക്കാരനാണ്. 10 പ്രാവശ്യം ഇത് പറഞ്ഞേച്ച് അദ്ദേഹം പോയി കട്ടൻ കാപ്പി കുടിച്ചു. ഒരു 15-20 അല്ലെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ 2-3 വാഴക്കൊല ഒരു കൊട്ടയ്ക്കകത്ത് വെച്ച് ഒരു മനുഷ്യൻ വന്നിരിക്കുന്ന, പൊന്ന യജമാനെ ക്ഷമിക്കണം, ഭാര്യയ്ക്ക് കോളറ. അക്കാലത്ത് കോളറ ഉള്ള കാലമാണ്. പെരയ്ക്ക് തീ പിടിച്ചു. ഞാൻ ആകെ ചെയ്ത ദോഷം 3-4 വാഴക്കൊല വെട്ടി. അത് പിള്ളേർക്ക് കൊടുക്കാൻ വെട്ടിയതാ.
പുള്ളി പറഞ്ഞു, നിനക്ക് ചോദിച്ചാൽ ഞാൻ തന്നേനെയുമല്ലോ, കൊണ്ടുപോകും, എടുത്തുകൊണ്ട് പോകും, നീ തന്നെ കൊണ്ടുപോകും, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കും. ഇത് ഞാൻ കേട്ടതേ ഉള്ളൂ, കണ്ടതല്ല. ബാംഗ്ലൂർ ചർച്ചിൽ ഞാനിത് പഠിപ്പിച്ചു. ഇത് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻസ് ചെകുത്താൻ കേട്ട് കഴിഞ്ഞാൽ ഇല്ലേന്നും പറഞ്ഞ് ഞങ്ങൾ ബഹളം വെക്കും. കാര്യം അവന് ദൈവപ്രവൃത്തി തീരെ ഇഷ്ടമല്ല, അവൻ്റെ അടിത്തറ മാന്തുന്നതാണ്. പക്ഷെ ആത്മീയന് ഇത് കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ പലരും കേട്ട് കാണാം, എൻ്റെ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു മോൻ ഷൈജു മാത്യു. കേട്ടിട്ടുണ്ടോ? ഷൈജുവിനെ പേര് കേട്ടിട്ടുള്ളവരുണ്ട്, കണ്ടിട്ടുള്ളവർ അങ്ങനെയുണ്ട്. ഷൈജു എൻ്റെ ചർച്ചിൻ്റെ മെമ്പറാണ്. ഈ മോന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ, ഷൈജുവിന് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവൻ്റെ അപ്പന് അവനൊരു സ്പോർട്സ് മോഡൽ ചുമന്ന സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. കൊച്ചു പിള്ളേർക്ക്, അവൻ്റെ അപ്പൻ അങ്ങനെ വലിയ കാശുകാരനൊന്നുമല്ല, ജീവിക്കാൻ പൈസ ഉണ്ട്. കൊച്ചു പിള്ളേർക്ക് ഒരു നല്ല സ്പോർട്സ് സൈക്കിളൊക്കെ കൈ കിട്ടിയാൽ വലിയ കാര്യമാണ്. എനിക്ക് എൻ്റെ കൊച്ചിനെ കിട്ടിയിട്ട് അടുത്ത് കണ്ടിട്ട് പോലുമില്ല സ്പോർട്സ് സൈക്കിൾ. ഇതിങ്ങനെ എണ്ണയൊക്കെ ഇട്ട് തുടച്ചു തൂത്ത് മെനിക്ക് എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കും. ഒരു ദിവസം സഭായോഗത്തിന് വന്നപ്പോൾ ഷൈജു ഈ ഇതിലാണ് വന്ന് ചർച്ചിൻ്റെ മുന്നിലോട്ട് അത് വെച്ച് പൂട്ടി വെച്ച് അവൻ സഭായോഗം കഴിഞ്ഞിറങ്ങി ചെന്നപ്പോൾ സൈക്കിളില്ല, കള്ളം കൊണ്ടുപോയി. അവിടെ എല്ലാം തപ്പി, എവിടെ കണ്ടനെ പൂട്ടി വെച്ചിരുന്ന സൈക്കിൾ കാണാതെ പോയി. എവിടെ പോയി തപ്പാനാ? പിന്നെ അവൻ പയ്യെ വീട്ടിലോട്ട് പോയി ഒരു കസേര എടുത്തിട്ടു. ഷൈജു ചെയ്തതാ. ഒരു കസേര എടുത്തിട്ട് ജബ്രിയേലേ ഇരിയിടാന്ന് പറഞ്ഞു. എൻ്റെ സൈക്കിൾ എന്ത് ചെയ്യിടാന്ന് ചോദിച്ചു. ഇത് ഞാൻ കണ്ടതാ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു വെച്ച് പറഞ്ഞു, ചർച്ചിൻ്റെ മുമ്പിൽ ഒരു സൈക്കിൾ കൊണ്ടുവച്ചിരിക്കുന്നു, ഷൈജുവിൻ്റെ ആണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഷൈജുവിൻ്റെ സൈക്കിളാണ്. തുറന്നിരിക്കുന്നത് മാത്രം ഒരു ക്ഷമാപണവും കുറിച്ച് വെച്ചിട്ടുണ്ട്, അബദ്ധത്തിന് പറ്റിപ്പോയതാ, മേലാൽ ചെയ്യത്തില്ലെന്ന്. ദൂതന്മാരെ ന്യായം വിധിക്കുന്നവരുണ്ട്. ഇത് ചുമ്മാതാന്നും പറഞ്ഞ് നടക്കുന്നവൻ ന്യായവിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് കണക്ക് പറയേ ഉള്ളൂ. പക്ഷെ ഇത് വിശ്വസിക്കുന്നവരുണ്ട്, അവരെ ദൈവം അനുഭവത്തിലേക്ക് നടത്തും. വ്യത്യസ്ത സിംഹാസനങ്ങളിൽ തൻ്റെ കൂടെ വരുന്നവരെ കർത്താവ് ഇരുത്തും. കർത്താവിന് പല സിംഹാസനങ്ങളുണ്ട്, പലതുമുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒന്ന്, സഭയെ ചേർക്കേണ്ടതിന്. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ വരവിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം സഭയെ ചേർക്കണം. ഇച്ചിരൂടെ വേഗത്തിൽ പോകും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-17 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും നാം ഒരുമിച്ച് മേഘങ്ങളിൽ യേശുവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. ഈ ഭാഗത്തു നിന്ന് സഭയെ ചേർക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി കാണാം. 2, നമ്മുടെ രക്ഷയെ പൂർത്തീകരിപ്പാൻ. അത് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് മനസ്സിലാകത്തില്ല. നമ്മളെ അടിസ്ഥാനപരമായി പിശാച് വഞ്ചിച്ചു കളഞ്ഞ ഒരു പ്രത്യേക വിഷയമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നല്ലൊരു പ്രസ്താവനയാണ്. രക്ഷ പ്രാപിച്ചു എന്നാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. രക്ഷ പ്രാപിക്കുമെന്ന് ഭാവിയിൽ നടക്കാൻ ഒരു ചരിത്രമാണ് പറഞ്ഞത്. ഇത് തുടക്കമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടെന്നാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നോ, അങ്ങനെ എഴുതിയിട്ടില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. അവിടെ മുതൽ പടി തുടങ്ങുക, മേളോട്ട് കയറാൻ. ഒരുപാട് പടിയുണ്ട്. സേർട്ടൻ ലെവലിലായാൽ സ്വർഗത്തിൽ പോകാനുള്ള പരുവമായി. പക്ഷേ രക്ഷയെ പൂർത്തീകരിക്കുവാൻ യേശു മടങ്ങി വരും. യേശുവിൻ്റെ മടങ്ങിവരവിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം നടക്കേണ്ടത്. സൃഷ്ടിച്ച ദൈവത്തെപ്പോലെ അവനോട് അനുരൂപനാകുമാറ് എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുക. സകല ശാപങ്ങളും അന്തിമമായി വിട്ടുമാറുക. ദൈവതുല്യരായി അവസാനമായി മാറുക. രക്ഷയെ പൂർത്തീകരിക്കുവാൻ യേശു പ്രത്യക്ഷനാകും. 1 പത്രോസ് 1-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഈ കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. 3-ാമത്തെ ഉദ്ദേശം, സഭയെ സംതൃപ്തിയിലേക്ക് നടത്തുക. ഇന്ന് ഒരു സഭയിലും ഒരുത്തനും സംതൃപ്തിയിലല്ല. ഞാനല്ല. എൻ്റെ ആഗ്രഹം, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഞങ്ങളുടെ നാട് മുഴുവൻ മാനസാന്തരപ്പെടണം, എല്ലാവരും ചർച്ച വരണമെന്നൊക്കെ എൻ്റെ ആശ. നടക്കുന്നില്ല. എനിക്കതുകൊണ്ട് സംതൃപ്തിയില്ല. ഒത്തിരി പേർക്ക് സംതൃപ്തിയില്ല, ആർക്കും സംതൃപ്തിയില്ല. സഭയെ ഒന്ന് സംതൃപ്തിപ്പെടുത്തുക എന്നത് യേശുവിൻ്റെ കടമയാണ്. ടു ചെറിഷ് ദ ചർച്ച്. അന്ന് ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ദുഃഖവും നിലവിളിയും മാറിപ്പോകുന്നത് പോലെ സഭയെ ഒന്ന് സംതൃപ്തീകരിക്കുവാൻ യേശു ഇറങ്ങി വരും. തൻ്റെ മണവാട്ടിയായ സഭയെ നേരിട്ടൊന്ന് കാണും. ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായിട്ടാണ് കാണുന്നത്, അന്ന് നേരിട്ടൊന്ന് കാണാൻ പോവുക. ടു റിവാർഡ് ദ ചർച്ച്. സഭയ്ക്ക് ആവശ്യമുള്ള പ്രതിഫലങ്ങൾ കൊടുക്കാൻ വേണ്ടി വരികയാണ്.
രക്തസാക്ഷികളെ അഭിനന്ദിച്ച് മാനിക്കുവാൻ വേണ്ടി വരികയാണ്. ടു ഓണർ ദ മാർട്ടിയേഴ്സ്, ടു അപ്പോയിന്റ് ദ റൂളേഴ്സ്. ദേശത്ത് ഭരിക്കുവാൻ ഭരണാധികാരികളായി സഭയിൽ നിന്ന് അർഹിക്കുന്ന ചിലരെ നിയമിക്കുവാൻ, തൻ്റെ സിംഹാസനം പലരുമായി പങ്കുവെക്കുവാൻ. അഥവാ വേറൊരു ഭാഷയിൽ ബീമ കോർട്ട്, ഒരു ദൈവിക കോടതി സംഘടിപ്പിച്ച് അതിനകത്ത് അർഹിക്കുന്ന സ്ഥാനത്തേക്ക് ആളുകളെ ഉയർത്തുക. ഇത് മുഖേന സഭയെ ചെറിഷ് ചെയ്യുക. ഇങ്ങനെ 3-4 ഉദ്ദേശങ്ങളുണ്ട്. 5-ാമത്തെ ഉദ്ദേശം ഒത്തിരിയും കൂടെ ഗൗരവമാണ്. സാധാരണക്കാരന് മനസ്സിലാകത്തു പോലുമില്ല. ഫോർ ദ റിസ്റ്ററേഷൻ ഓഫ് ദ ലാൻഡ്, ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്. ഭൂമിയുടെ വീണ്ടെടുപ്പ്, അതെ, ഭൂമിയുടെ വീണ്ടെടുപ്പ്. ഈ യോഹന്നാൻ അപ്പോസ്തലൻ സ്വർഗത്തിലെത്തുമ്പോൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ടതും അകത്തും പുറത്തും എഴുത്തുള്ളതുമായ ഒരു പുസ്തകം ഞാൻ കണ്ടു. എന്താണ് ആ പുസ്തകം? ഒത്തിരി ഭക്തന്മാർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആഴത്തിൽ ഇറങ്ങി വിവേചിക്കുന്നവർ, അത്രയും റെക്കോർഡുകളുള്ളവർ അതിനെക്കുറിച്ച് പറയുന്നത് ഈ ഭൂമിയുടെ തീറാധാരമാണ്. ഈ ഭൂമി സൃഷ്ടിച്ചത് ദൈവമാണ്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങോട്ട് തൊടുന്നേയില്ല. അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കാര്യം ഒരു വാട്ട് യു കോൾ ബിഗ് ബാങ്ങിനാൽ ഇത് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു. എനിക്കതിനകത്ത് ഒരു എതിരുമില്ല. ആ ബിഗ് ബാങ്ങിനെ കുറിച്ച് ഇച്ചിരൂടെ വിശദമായിട്ട് എനിക്ക് അറിയാമെന്ന് മാത്രം. മിഷ്യാക്കാക്കു അതിനെക്കുറിച്ച് പറയുന്നത് 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതായിരുന്നു ബിഗ് ബാങ്. ഒന്നുകൂടെ ആവർത്തിക്കാം. മിഷ്യാക്കാക്കു എന്ന് പറയുന്ന ആളാണ് ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ തിയറിറ്റിക്കൽ ഫിസിസ്റ്റ് ഏറ്റവും ഉന്നതനെന്നറിയപ്പെടുന്നത്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. അദ്ദേഹം ഒരുപാട് ശാസ്ത്രീയ സിമ്പോസിസംസ് നടത്താറുണ്ട്, ഒരുപാട് കോൺഫറൻസുകൾ നടത്താറുണ്ട്. 2018 സേൺ പരീക്ഷണം എന്ന പേരിൽ ഒരു പരീക്ഷണം സ്വിറ്റ്സർലൻഡിനോടടുത്ത് നടന്നു. ഭൂലോക ചരിത്രത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളിലെ ഏറ്റവും കൂടി തരുന്നത് സേൺ പരീക്ഷണം. അതിനകത്താണ് ബിഗ് ബാങ് തെളിയിക്കപ്പെട്ടത്. ബിഗ് ബാങ് എന്താണ്, ബിഗ് ബാങ് സംഭവിച്ചോ, ഇതൊക്കെ തെളിയിക്കപ്പെട്ടത്. അതിൻ്റെ റിസൾട്ട് എടുത്തുകൊണ്ട് മിഷ്യാക്കാക്കു പറയുന്നൊരു വാചകമുണ്ട്. മിഷ്യാക്കാക്കു എന്ന് പറയുന്നത് നിരീശ്വരവാദി ആയിരുന്നു, ഇന്നല്ല, നിരീശ്വരവാദി ആയിരുന്നു. ദൈവമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ലക്ഷങ്ങൾ മുടക്കി വീഡിയോകൾ ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞൊരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലേ, അയാളിങ്ങനെ നടത്തുന്ന പ്രഭാഷണങ്ങൾ അവിടെ ഇവിടെയും കേട്ടതേ ഉള്ളൂ. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ദൈവം ഉണ്ടെന്ന് നിങ്ങളിൽ ആർക്ക് വേണേൽ പറയാം, പക്ഷെ ഞാനത് അംഗീകരിക്കണമെങ്കിൽ തെളിവ് വേണം. എനിക്ക് തെളിവില്ലാതെ ഞാൻ അംഗീകരിക്കത്തില്ല. ദൈവം ഇല്ലെന്ന് പറയണമെങ്കിലും തെളിവ് വേണം, അതും എൻ്റെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിന് രണ്ടിനും മിണ്ടാറില്ല. അദ്ദേഹത്തിൻ്റെ വാചകം ഭയങ്കരം. നമ്മുടെ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നവൻ മറ്റേതിന് തെളിവ് വേണ്ട, തെളിവില്ലാതെ അവൻ പറഞ്ഞു കളയും. ഒരെണ്ണം തെളിവുണ്ടേലേ പറയും, മറ്റേ തെളിവില്ലാതെ പറയും. എന്നാൽ ഇയാൾ പറഞ്ഞത് ഞാനിത് രണ്ടും പറയത്തില്ല, കാര്യം രണ്ടിനും തെളിവില്ല. ഇതിലെല്ലാം സംശയത്തിൻ്റെ പുറത്താണ്. ഈ 2018 സേൺ പരീക്ഷണം കഴിഞ്ഞതോടെ, സേൺ പരീക്ഷണത്തെക്കുറിച്ച് അല്പം കൂടെ രസമുള്ള ചരിത്രം പറയാം. സേൺ പരീക്ഷണം നടത്താൻ തീരുമാനിച്ച അന്ന് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ജീവനോടുണ്ട്. അദ്ദേഹമായിരുന്നു അക്കാലത്തുള്ളതിൽ ഏറ്റവും ശക്തനായ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന് സംസാരശേഷിയൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കമ്പ്യൂട്ടറിനകത്ത് ശബ്ദമായി വരുമായിരുന്നു. അത്രയും ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ഇമ്പൾസസ് ആക്കി അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ടൊന്നും പറയാനൊക്കത്തില്ല, സംസാരിക്കാനൊക്കത്തില്ല. ഒരു വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു. കുറച്ച് പേരെല്ലാം അദ്ദേഹത്തിൻ്റെ പടം കണ്ടു കാണും. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ കമ്പ്യൂട്ടേഴ്സ് ശബ്ദമായി മാറ്റുമായിരുന്നു. ആ കമ്പ്യൂട്ടറെല്ലാം ഡെവലപ്പ് ചെയ്ത് അദ്ദേഹമാണ്. അതായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സ്. സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞ വാചകം 7 പ്രാവശ്യം ആലോചിച്ച് വെച്ച് ചെയ്യാവൂ. കാര്യം ബിഗ് ബാങ് നിങ്ങൾ പുനരാവർത്തിക്കാൻ പോവുക. ഭയങ്കര ചൂട് ഇതിനകത്തുനിന്ന് പുറത്തു വരും, ഭയങ്കര ചൂട്. ആ ചൂടിൽ ദേശങ്ങൾ കത്തിപ്പോവും. എനിക്കും നിങ്ങൾക്കും നല്ലതായിട്ടൊരു കാര്യം സംഭവിച്ചു. ഒന്ന് ഓർപ്പിച്ചേക്കാം. ഇന്ത്യൻ ഗവൺമെൻറ് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കൂടെ ബോർഡർ, നിങ്ങളുടെ ഈ ഏരിയ അടുത്ത് വരും, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കൂടെ ബോർഡറിൽ വെച്ച് സേൺ പരീക്ഷണം നടത്തിക്കൊള്ളാൻ ഒരു അനുവാദം കൊടുത്തതാ ലോകശാസ്ത്ര സംഘടനയ്ക്ക്. കാര്യം കോടിക്കണക്കിന് രൂപ കിട്ടും. അതുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് ആ ഇടയ്ക്ക് കയറി വീണ. അയാൾ പറഞ്ഞു ചെയ്യരുത്, 2 സ്റ്റേറ്റ് മിച്ചം കാണുകയില്ല, മൊത്തം കത്തിപ്പോവും. ഭയങ്കര ടെമ്പറേച്ചറായിരിക്കും, ചൂടായിരിക്കും വരുന്നത്. അവസാനം ആ ചൂടിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കില്ലാഞ്ഞതുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ഏരിയക്കാർ പറഞ്ഞു ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അവരാ ചെയ്തത്. അന്ന് 2 കണികകൾ തമ്മിൽ അവർ കൂട്ടിയിടിച്ചു.
ലോകത്തിൽ കിട്ടുന്നതിലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കണികകൾ ഹൈഡ്രജൻ്റെയാണ്. ഹൈഡ്രജൻ്റെ 2 കണികകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായ ചൂട് ഒന്ന് കേട്ടോണം. കത്തിയെരിയുന്ന സൂര്യൻ്റെ കേന്ദ്രബിന്ദുവിൽ ഉണ്ടാകുന്നതിൻ്റെ 25 ഇരട്ടി ചൂടാണ് ഈ 2 കണിക കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായത്. കാര്യം ദൈവത്തിൻ്റെ വാക്കാ. ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ വെളിച്ചങ്ങളുടെ നടുവിൽ വസിക്കുന്ന. ഭയങ്കര ചൂടാണ് ആ വാക്കിന്. ഓക്കെ, ഇതിനെക്കുറിച്ച് മിഷിയക്കാക്കു അദ്ദേഹം പോയി. ഇന്ന് മിഷിയക്കാക്കു ഉണ്ട്. മിഷിയക്കാക്കു ഈ പരീക്ഷണങ്ങൾ ശോധന ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് ശോധന ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ബിഗ് ബാങ്. അവരുടെ ഭാഷയിൽ അതിന് എക്സ് ബോസൻ, വൈ ബോസൻ, സി ബോസൻ എന്ന് വിളിക്കും. ശബ്ദം എന്നുള്ളതിനെ ബോസൻ എന്നാക്കിയെന്നേ ഉള്ളൂ. എക്സ് ബോസൻ, വൈ ബോസൻ, സി ബോസൻ എന്ന 3 ബോസൻസ്, 3 ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ്. വേദപുസ്തക ഭാഷയിൽ ഈ 3 ശബ്ദവും 3 ജനറേഷനിൽ പെടുന്നതാണ്. ഒരു ജനറേഷനിൽ നിന്നുള്ള ശബ്ദമല്ലിത്, 3 ജനറേഷൻ. വേദപുസ്തക ഭാഷയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് കൊടുത്ത കൽപ്പനയാ ഉണ്ടായി വരട്ടെ എന്ന്. അത് പറയാൻ ശാസ്ത്രത്തിന് ഒരു തെളിവുമില്ല. പക്ഷെ അവർ പറഞ്ഞു 3 ജനറേഷനുകളിലായി ഉണ്ടായ ശബ്ദമാണ് ഈ 3 എണ്ണം. അടുത്ത ചോദ്യം, ഈ 3 ശബ്ദങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തത് ആരാ? ഈ 3 ശബ്ദങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തത് ആരാ? ബിഗ് ബാങ്ങിൻ്റെ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് നടുക്കത്തെ ശബ്ദമാണ് കൂട്ടിച്ചേർത്തത്. കൊലൂസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഇത് തന്നെയാണ് മറ്റേ പുള്ളിക്കും കിട്ടിയ വെളിപ്പാട്. കൊലൂസ് ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു, അവനാലും ഇത് സൃഷ്ടിക്കപ്പെട്ടു. ഈ ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർത്തത് നടുക്കത്തെ ശബ്ദമാണ്. യേശുവാണ് ഇതിനെ കൂട്ടിച്ചേർത്തത്. ഈ ഭൂമിയുടെ യജമാനൻ സ്വർഗത്തിലെ ദൈവമാണ്. ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. ബിഗ് ബാങ്ങിനെ കുറിച്ച് പറഞ്ഞ ഒരുപാടുണ്ട്. ദൈവവചനത്തിൽ പൂർണ്ണമായ തെളിവുള്ള 7 പ്രത്യേകതകളുണ്ട് ബിഗ് ബാങ്ങിന്. അങ്ങോട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു BSc കഴിഞ്ഞവർക്ക് ഏറെക്കുറെ പിടി കിട്ടത്തുള്ളൂ. മനങ്ങ് മാറിയേക്കാം. ഈ ശബ്ദത്തിൽ ദൈവം ഉണ്ടാക്കിയ ഈ മണ്ണ് ദൈവത്തിൻ്റെ സ്വന്തം വകയാണ്. അതിന് വേറെ ആർക്കും അവകാശമില്ല. ഈ ഭൂമി സാത്താൻ പിടിച്ചെടുത്തു. ആദമിൻ്റെ കാലം മുതൽ പല പ്രാവശ്യങ്ങളിലായി ഇവനിത് പിടിച്ചെടുത്തു. ആരും ഇത് തിരിച്ചെടുക്കാതെ ഇവനിതിന് 7 മുദ്ര വെച്ചു. ഒരു പുസ്തകം സ്വർഗത്തിൽ കണ്ടു. ആ പുസ്തകത്തിന് 7 മുദ്രയുണ്ട്. ഇസ്രയേലിൻ്റെ സകല പ്രാർത്ഥനകളുടെയും മറുപടി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. MA വർഗീസിൻ്റെ സകല പ്രാർത്ഥനയുടെയും, നിങ്ങളിൽ ഓരോരുത്തരുടെ സകല പ്രാർത്ഥനയുടെയും മറുപടി അതിനകത്തുണ്ട്. ഇത് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണ്. ഇതിനകത്ത് ദൈവമാക്കിയ ഓരോരുത്തരും കിട്ടേണ്ട അവകാശങ്ങളും അധികാരങ്ങളും പ്രാർത്ഥനയുടെ മറുപടിയും അതിനകത്തുണ്ട്. പക്ഷെ ഇത് ആർക്കും തുറക്കാൻ പറ്റുകയില്ല. ഇത് മുദ്രയിട്ട് വെച്ചിരിക്കുക. ഇത് മുദ്രയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ കരഞ്ഞപ്പോഴാണ് മൂപ്പന്മാരിൽ ഒരുത്തൻ അടുത്ത് വന്നേച്ച് പറഞ്ഞത്, കരയണ്ട, ഇത് തുറക്കാൻ കഴിയുന്ന ഒരുത്തനുണ്ട്. അതാണ് യേശു, അറുക്കപ്പെട്ട കുഞ്ഞാട്. കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചു, ഇന്നത് സംഭവിച്ചു. രണ്ടാമത്തേത് പൊട്ടിച്ചു, ഇന്നത് സംഭവിച്ചു. ഇങ്ങനെ 7 മുദ്രകൾ കുഞ്ഞാട് പൊട്ടിച്ചു. അതിനെ തുടർന്നാണ് പുസ്തകം തുറന്നത്. ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണത്. ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കണം. ഇന്ന് ഭൂമി വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കണം. അത് നടക്കേണ്ടത് അന്നാണ്. ഞാൻ അടുത്ത പടിയിലേക്ക് പതുക്കെ പോട്ടെ. ബൈബിൾ പറയുന്നത് ഒടുക്കത്തെ ശത്രുവായി മരണത്തെ കീഴടക്കി രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. ഈ രാജ്യത്ത് ഈ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡിൽ നിന്ന് പൊട്ടിക്കേണ്ട മുദ്രകൾ പൊട്ടിച്ച ശേഷം ഇത് പിതാവായ ദൈവത്തെ തിരികെ ഏൽപ്പിക്കും. അതാണ് 5ാമത്തെ ലക്ഷ്യം. ഇതിനെ റിസ്റ്റോറേഷൻ ഓഫ് ദ എർത്ത്. ഇതിൻ്റെ ഓണർഷിപ്പ് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് തൊടുന്നില്ല. ഇനിയും യേശുവിൻ്റെ വരവിനെ കുറിക്കുന്ന ലക്ഷണങ്ങളിലേക്ക് ഇറങ്ങാൻ പോകാം. എനിക്കൊന്ന് നാളെ പകൽ എനിക്കറിഞ്ഞുകൂടെ നാളത്തെ പകലത്തെ മീറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് വെച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാം. അല്ലാതെ കണ്ടെടുക്കാൻ ഒക്കത്തില്ല. ഈ ലക്ഷണങ്ങളിൽ ചിലത് ഞാൻ തൊടാൻ ഉദ്ദേശിക്കുക. ഒന്നാമത്തേത്, ജാതികൾ ഭരിക്കേണ്ടതിന് ദൈവം ഒരു കാലഘട്ടം ജാതികൾക്ക് കൊടുത്തു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വാഗൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജാതികളുടെ കാലം തികയോളം. നമ്മൾ വീണ്ടെടുപ്പ് 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 എന്ന് പറയണ്ടേ. എന്നത്തിൻ്റെ വീണ്ടെടുപ്പ്? എന്തിൽ നിന്നാണ് വീണ്ടെടുത്തത്? രക്ഷിക്കപ്പെട്ടു. എന്തിൽ നിന്നാ? എവിടുന്നാ വീണ്ടെടുത്തത്? വീണ്ടെടുപ്പിൻ്റെ കാരണമെന്ത്? മനുഷ്യന് പറ്റിയ നഷ്ടമാണ്. ഒന്ന്, ഈ ഭൂമിയിലാക്കിയ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് വീഴ്ത്തി. അരുത് എന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നു, അനുസരണക്കേട്. അത് ചിന്തിച്ചു വരുമ്പോൾ
അകത്തോട്ടിറങ്ങി ചിന്തിച്ചാൽ വലിയ കാര്യമൊന്നും അതിനകത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ നോട്ടത്തിൽ ഒത്തിരി കാര്യമുണ്ട്. മനുഷ്യൻ്റെ ഒന്നാമത്തെ വീഴ്ച അതായിരുന്നു. 2, നോഹയുടെ കാലമായതോടെ ഓരോരുത്തരും ബോധിച്ച വഴി തിരിഞ്ഞു. ദൈവത്തിൻ്റെ ദൂതന്മാർ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ ദൂതന്മാർ, വീണുപോയ ദൂതന്മാർ ബോധിച്ച സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവരിൽ നിന്ന് രാക്ഷസന്മാർ ജനിച്ചു. വേദപുസ്തകത്തിൽ വലിയ പരിജ്ഞാനത്തിൻ്റെ കൂടുതൽ കൊണ്ടോ കുറവ് കൊണ്ടോ ചിലർ പറയാറുണ്ട്, ശേത്തിൻ്റെ മക്കളായിരുന്ന ഭക്തന്മാരായ ആൺകുട്ടികളെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. പക്ഷെ എൻ്റെ അറിവും നിങ്ങളുടെ അറിവും, ഭക്തനായ ഒരു മനുഷ്യൻ അശുദ്ധയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ജനിക്കുന്നത് മനുഷ്യക്കുഞ്ഞാ. അവിടെ ഉണ്ടായത് മനുഷ്യക്കുഞ്ഞല്ല, രാക്ഷസന. ഒറ്റ തെളിവ് മതി ഇത് വീണുപോയ ദൂതൻ തന്നെയാണ് തെളിയിക്കാൻ. വീണുപോയ ദൂതന്മാർ ബോധിച്ചവരിനെ ഒക്കെ വിവാഹം കഴിച്ചു. ഇന്നങ്ങോട്ട് പിന്നെ സിസ്റ്റം മാറി. ബോധിച്ചതിനെ ഒക്കെ വിവാഹം കഴിച്ചു. അങ്ങനെ രാക്ഷസന്മാർ പറന്നു വീണു. ദൈവിക ശൈലിയിൽ നിന്നും കൾച്ചറിൽ നിന്നും മനുഷ്യനെ പിശാച് മാറ്റി. ലൂസിഫറിൻ്റെ അത് ഒരു കൾച്ചറിൽ അവനെ കൊണ്ടുപോയി. ഞാനതാ പറഞ്ഞ ഒക്കുമെങ്കിൽ നാളെ പകലൊത്ത തൊടാം. ആ കൾച്ചറിലേക്ക് കൊണ്ടുപോയി. അത് 2ാമത്തെ വീഴ്ചയായി കണക്കാക്കി. മനുഷ്യൻ്റെ 1ാമത്തെ വീഴ്ച ഏദനിൽ നടന്നെങ്കിൽ 2ാമത്തെ വീഴ്ച നോഹയുടെ കാലത്ത് നടന്നു. 3ാമത്തെ വീഴ്ച നിമ്രോദിൻ്റെ കാലത്ത് നടന്നു. അന്ന് ഭൂമിയിലൊക്കെയും ഒരു ഭാഷയായിരുന്നു. ഭൂമി ഒറ്റ കഷണമായിരുന്നു. നിമ്രോദിൻ്റെ കാലത്ത് മാന്ത്രിക ശക്തികൾക്ക് സ്ഥാനം കൊടുത്തു. ഇവിടേക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാര്യം ഒരുത്തനെ പറയാൻ തമ്പുരാൻ ഏൽപ്പിക്കണമെങ്കിൽ അവനെ കാര്യം പഠിപ്പിച്ചേ വിടത്തുള്ളൂ. എറിയുന്നവൻ്റെ കയ്യിൽ കല്ല് കൊടുക്കുക എന്ന ദൈവത്തിനൊരു സിസ്റ്റം ഉണ്ട്. പല അനുഭവങ്ങളും കണ്ടത് എൻ്റെ ഓർമ്മയിലുണ്ട്. നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു. അന്ന് പൈശാചികമായ ഒരു സംസ്കാരത്തിലേക്ക് ജനത്തെ കൊണ്ടുവന്നു. ആഭിചാരത്തിലേക്ക് ജനം മാറി. അതിനെ തുടർന്ന് ദൈവം പറഞ്ഞു, ഇനി മനുഷ്യനെ ഒരുമിച്ച് പോകാൻ സമ്മതിക്കത്തില്ല. അവൻ ദൈവത്തിന് വിരോധമായി വഴക്കുണ്ടാക്കാതെ തൽക്കാലം അടിച്ചതിലേ പോയില്ലെങ്കിൽ മലയാളത്തിൽ പറയും പോകുന്നതിലേ അടിച്ചേക്കാം. ഞാൻ അവന് ഇഷ്ടമുള്ള വഴിയിൽ വിടാൻ പോവാ, തുറന്നു വിടാൻ പോവാ. അവൻ ഇഷ്ടമുള്ള വഴിയെ തുറന്നു വിടാൻ പോവാ. ഇന്നു മുതലുള്ള കാലത്തെ ജാതികളുടെ കാലം എന്ന് വിളിക്കും. ഇനി ഞാൻ ഭരിക്കാൻ വരുന്നില്ല, തൽക്കാലം ഞാൻ ഭരിക്കാൻ വരുന്നില്ല. ജാതികളുടെ കാലമായി ഞാനിതിനെ തള്ളുകയാണ്. പൊയ്ക്കോ, വേണ്ടിയവൻ വേണ്ടിയ വഴിയെ പോക്കൂ. എന്നാൽ ഏദൻ തോട്ടത്തിൽ വെച്ച് എനിക്കൊരു വാഗ്ദത്തമുണ്ട് അമ്മച്ചിയോട്, ഔവായോട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന്. അങ്ങനെ സ്ത്രീയുടെ സന്തതിയായി ഞാൻ തിരിച്ചു വന്നേ പറ്റൂ. അത് നടക്കണമെങ്കിൽ എനിക്കൊരു വിശുദ്ധ ജാതി വേണം. ഈ ജാതികളെ ഞാൻ ജാതികളായി തള്ളി, എനിക്കിവരെ വേണ്ട, ഞാൻ ഇവരെ കൈവിടുക. വീണ്ടെടുപ്പിൻ്റെ കാലം വരെ, വീണ്ടെടുപ്പിൻ്റെ പദം അവിടെ. തൽക്കാലം ഞാൻ ജാതികളെ മുഴുവനും തള്ളുകയാണ്. എനിക്ക് ഒരെണ്ണത്തെ വേണ്ട. എനിക്ക് അബ്രഹാം എന്ന ഒരുത്തനെ കിട്ടിയാൽ മതി. അവനിൽ നിന്ന് ഞാനൊരു ജാതി ഉണ്ടാക്കും. അതൊരു വിശുദ്ധ ജാതിയായിരിക്കും, അതൊരു വിശുദ്ധ വംശമായിരിക്കും. ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, അബ്രഹാമേ, ഞാൻ മറ്റുള്ളതിനെ മുഴുവൻ കൈവിട്ടു, അതിനെ മുഴുവനും ജാതികൾ എന്ന് ഞാൻ വിളിക്കുന്നു. നീ ഒരുത്തൻ മാത്രമേ എനിക്കുള്ളൂ, ഞാൻ നിന്നെ ഒരുത്തനെ മാത്രമേ എടുക്കത്തുള്ളൂ. നീ എനിക്കുള്ളവനാ. നീ എൻ്റെ പ്രമാണം അനുസരിച്ചോണം. ഞാൻ നിനക്കൊരല്പം ഭൂമി തരാം. അല്പം ഭൂമി എന്ന് പറയുന്നത് എന്തും വേണ്ടുണ്ടെന്നറിയാമോ? ഫ്രാത്ത് മുതൽ മഹാനദി വരെ. അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാകത്തില്ല. ഇച്ചിരി ബേസിക്കിൽ കണക്ക് നോക്കിയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഈ ഭൂമിയുടെ ആകെ വിസ്തീർണം ഏറെക്കുറെ 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഒന്നുകൂടെ ആവർത്തിക്കാം. ഈ ഭൂമിയുടെ ആകെ വിസ്തീർണം, നമ്മുടെ കരഭാഗം മുഴുവനും, സമുദ്രമല്ല, കരഭാഗം മുഴുവനും ചേർന്നാൽ 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഈ ഭൂമിയുടെ ആകെ വലിപ്പം. ഇതിനകത്ത് അബ്രഹാമിനോട് പറഞ്ഞ് നിനക്കൊരു ഇച്ചിരി തരാം. അത് ഫ്രാത്ത് മുതൽ മഹാനദി വരെയാണ്. അത് 22,100 ശിഷ്ടം സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററിൽ നിന്ന് 22,100 സ്ക്വയർ കിലോമീറ്റർ എടുത്താൽ അതിന് എന്തുവായിരിക്കും അതിൻ്റെ റേഷ്യോ? ജാതികൾക്ക് പകുത്തു കൊടുത്തിരിക്കുന്നതിൻ്റെ 250 ലക്ഷത്തിൽ ഒരു ഭാഗം നിനക്ക് ഈ ഭൂമി ആകെപ്പാടെ 250 ലക്ഷം ഭാഗങ്ങളായി പകുത്താൽ 250 ലക്ഷം ഭാഗങ്ങളായി പകുത്താൽ അതിലെ ഒരു ഭാഗം ഞാൻ നിനക്ക് തരാം, ഫ്രാത്ത് മുതൽ മഹാനദി വരെ. ബാക്കിയുള്ളത് ഞാൻ ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. ജാതികൾ കൊണ്ടുപോട്ടെ.
അടിച്ചതിലേ പോയില്ലേ, പോന്നതിലേ അടിക്കുക. എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് സമൂഹകാലം വരും, എൻ്റെ പുത്രൻ മടങ്ങി വരും. എൻ്റെ പുത്രൻ മടങ്ങി വന്നാൽ ഈ ജാതികൾക്ക് തിരിച്ചു വരാൻ ഞാനൊരവസരം കൊടുക്കും. ഇന്ന് പൈശാചിക സംസ്കാരത്തിലേക്ക് അവർ പോയല്ലോ. മൂന്നാമത്തെ വീഴ്ച എന്നാണ് ഈ ബാബേൽ കോട്ടയെ വിളിക്കുന്നത്. ബാബേൽ കോട്ടയെങ്കിൽ വീണുപോയ ആ ജനതയെ തിരിച്ചൊന്ന് കൊണ്ടുവരുവാൻ യേശു തൻ്റെ ദൈവം തൻ്റെ പുത്രനാകുന്ന യേശുവിനെ അയച്ചു, മനുഷ്യനെ വീണ്ടെടുക്കാൻ, ജാതികളിൽ നിന്ന് തിരിച്ച് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി എടുത്തു. അവർക്കാവശ്യമുള്ള പ്രമാണങ്ങളും ദൈവം കൊടുത്തു. ഈ ഭൂമി ജാതികളുടെ കയ്യിൽ നിന്ന് ജനത്തെ ജാതികളുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ ഈ അബ്രഹാമിനോട് പറഞ്ഞ ഒന്ന് രണ്ട് പദങ്ങളുണ്ട്, ഭയങ്കരമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. നീ ഒരു അനുഗ്രഹമായി മാറും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ഇല്ല. ഞാൻ പലയിടത്തും പറയാറുണ്ട്. സിംഗപ്പൂരിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരു കൺവെൻഷന് വേണ്ടി പോയി. കുറച്ച് കൺവെൻഷൻ. അതിനകത്ത് ഇന്നത്തെ ജോസഫ് പ്രിൻസിൻ്റെ ചർച്ചിൽ ഇന്ന് അദ്ദേഹത്തിന് വിശ്വാസപരമായി ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രേസി ഗ്രേസ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കും. ഗ്രേസ് തിയോളജിയുടെ ഒരു തലതിരിഞ്ഞ വേർഷനാണ്. അദ്ദേഹം അതിലൊക്കെ പോകുന്നതിന് മുമ്പേ പണ്ട് കാലത്ത് നല്ല സത്യവിശ്വാസത്തിലായിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആ കാലത്തെ സിംഗപ്പൂരിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് ചർച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ച്. എനിക്ക് തോന്നുന്നു ഒരു 3000-ഓളം ആളുകൾക്ക് ഒരുമിച്ച് കൂടാവുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അതിനകത്ത് പല സർവീസാണ്. അതിനകത്ത് ഒരു സർവീസിൽ ഞാൻ പ്രസംഗിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഒരു മനുഷ്യൻ വന്ന് എനിക്ക് ക്ഷയിക്കാണ്ട് തന്നു. അയാളുടെ മുഖം കോപം കൊണ്ട് തുള്ളിയായിരിക്കും. അതെനിക്ക് ക്ഷയിക്കാണ്ട് തന്നു വെച്ചാൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇസ്രയേലിനെ ഒത്തിരി പൊക്കി പറയാറുണ്ട്, എനിക്ക് അവരോട് ഭയങ്കര വൈരാഗ്യമാണ്. ഞാൻ അന്നത്തെ മെസ്സേജിൽ ഇസ്രയേലിനെ തൊട്ടുപോലും ഇല്ല. കാര്യം തൊടേണ്ട ഒരു സബ്ജക്റ്റ് അല്ലായിരുന്നു എനിക്ക്. ഞാനിപ്പോൾ സിംഗപ്പൂരിൽ ഒരു ദിവസത്തേക്ക് എന്നപ്പോൾ എന്നെ പറയാൻ ഞാൻ സിമ്പിൾ സാൽവേഷൻ, അന്ന് എനിക്ക് സിമ്പിൾ സാൽവേഷൻ എന്നേ അറിയത്തുള്ളൂ. ഇന്ന് ഒത്തിരി ആഴത്തിൽ പോകും സാൽവേഷൻ എന്നാന്ന് മനസ്സിലായി. അന്ന് ഇത്രയൊന്നും അറിയത്തില്ല. യേശു ഭാവികളെ രക്ഷിക്കും, അത്രയൊക്കെ എനിക്കും അറിയത്തുള്ളൂ. സാധാരണക്കാർ പറയുന്ന പോലെ തന്നെ ഞാനും പറയും. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇസ്രായേലിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇയാൾ വന്ന് എനിക്ക് ക്ഷയിക്കാൻ തന്നേച്ച് പറഞ്ഞു, നിങ്ങളൊക്കെ ഇസ്രായേലിനെ കുറിച്ച് ഒരുപാട് അറിയും, എനിക്ക് ക്രിസ്ത്യൻ മിഷണറിമാരോട് വൈരാഗ്യമുള്ളത് അതുകൊണ്ടാണ്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ സിംഗപ്പൂരിൽ നിൽക്കുക. ഇയാളെന്നെ അടിച്ച് ഷെയ്പ്പ് മാറ്റിയാൽ ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പം വഴക്കിന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, സാറിൻ്റെ പേരെന്താ? എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, സാറിന് എത്ര പിള്ളേരാ? സാർ എന്തൊക്കെ ചെയ്യുക? വിളിച്ച് നീ എന്നോട് വിഷയം മാറ്റാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, ആന്ന് സാറേ, നമ്മൾ തമ്മിൽ എന്തിനാണ് വഴക്കിടുന്നത്? ഞാൻ വിഷയം മാറ്റാൻ ശ്രമിക്കുക. എൻ്റെ പിള്ളേർ 2 പഠിച്ചുകൊണ്ടിരിക്കുക. സാറിൻ്റെ കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇടൂ, ഞാൻ പറഞ്ഞ കാര്യം പറയടൂ. ഇസ്രയേലിനോട് ബന്ധപ്പെട്ടതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. ഇസ്രയേലിനോട് എനിക്ക് ഭയങ്കര വൈരാഗ്യമാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല സാറേ, ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്റർ, സാർ എന്തോ ചെയ്യുന്നത്? നീ പിന്നെ എൻ്റെ വിഷയം മാറ്റാൻ നോക്കുന്നു. ഞാൻ പറഞ്ഞു, ആന്ന് സാറേ, നമ്മൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? അതുകൊണ്ട് ഞാൻ സാറിൻ്റെ വിഷയം മാറ്റാൻ നോക്കുക. അയാൾ പറഞ്ഞു, ഞാൻ പറയുന്നതിൻ്റെ മറുപടി പറ. ഇസ്രയേലിനോട് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, അത് ഇയാൾക്ക് സന്തോഷം, എനിക്കിഷ്ടമാണ്, അതെൻ്റെ സന്തോഷം. അയാളുടനെ അടുത്ത പദം, ഞാൻ പറഞ്ഞില്ല ഇസ്രയേലിനോട് ബന്ധപ്പെട്ടതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുകയില്ല. ഞാൻ ഉടനെ ചോദിച്ചു, ഡു യു മീൻ വാട്ട് യു സേ? നീ പറയുന്നത് എന്നെന്ന് നീ അർത്ഥമാക്കുന്നുണ്ടോ? ആ വേളിൻ്റെ അതെന്നെ എനിക്ക് എന്നാ വട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ അതിൽ കുറയില്ല. നീ ഇസ്രയേലിനോട് ബന്ധപ്പെട്ടതൊന്നും നിൻ്റെ വീട്ടിൽ കയറ്റുകയില്ലെന്ന് പറഞ്ഞാൽ വട്ടിക്കുറയില്ല, അതിനേക്കാൾ മേളില്ല. ഇയാളങ്ങ് വല്ലാതെ ചൂടായി. എന്താടാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, സാറേ, നിങ്ങൾ തുണി കൊടുക്കുമോ? ആദ്യത്തെ തുണിമില്ല് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനെന്നറിയാവൂ? ഒന്ന് ഒഴിവാക്കാമോടൂ. താൻ പേന ഉപയോഗിക്കുമോ? ആദ്യത്തെ പേന കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനെന്നറിയാവൂ? താൻ വാച്ച് ഉപയോഗിക്കോടൂ. ആദ്യത്തെ വീല് കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനെന്നറിയാവൂ? തനിക്ക് ഫോണുണ്ടോടൂ. ആദ്യത്തെ ഫോൺ കണ്ടുപിടിച്ചത് ഇസ്രയേലി ശാസ്ത്രജ്ഞനെന്നറിയാവൂ? തൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോടൂ. ഇയാൾ ആകപ്പാടെ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇസ്രയേലിൽ ഉണ്ടാക്കിയത്. ഞാൻ ഇതെല്ലാം ഇസ്രയേലിൽ ഉണ്ടാക്കിയതാണ്. നിനക്കൊന്ന് പിടിച്ചൊതുക്കാവൂ? അനുഗ്രഹിക്കേണ്ടവൻ അബ്രഹാമിനെ വിളിച്ചൊരു അനുഗ്രഹം കൊടുത്തതാ. നിനക്ക് ഞാൻ ഭൂമി തരുന്നത് 25 ലക്ഷത്തിൽ 1 ഭാഗമേ ഉള്ളൂ. പക്ഷെ ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഇത് പറഞ്ഞോട്ട് വിട്ടു. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ എൻ്റെ നിയമം പാലിച്ചു. നീ ജാതി പോകുന്ന പോലെ പോകാനൊക്കത്തില്ല. അവൻ ഇഷ്ടം പോലെ പോട്ടെ, ഞാൻ അവനെ വിറ്റു, അവൻ പോയി, എനിക്കവനെ വേണ്ട. വീണ്ടെടുപ്പിൻ്റെ സമയമാകുമ്പോൾ, എൻ്റെ ദിവസമാകുമ്പോൾ ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ അവസരം കൊടുക്കും. അന്ന് വരുന്നവർ രക്ഷിക്കപ്പെടും. അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വരുന്നവൻ രക്ഷിക്കപ്പെടും.
അല്ലാത്തവൻ പോട്ടെ, പക്ഷെ നീ എൻ്റെ പ്രമാണം അനുസരിച്ചേ പറ്റൂ. അങ്ങനെ അബ്രഹാമിനെ ദൈവിക പ്രമാണത്തിൽ നിർത്തി. അബ്രഹാമിൽ നിന്ന് ദൈവം ഇസ്രയേലിനെ ഉണ്ടാക്കി വളർത്തി. ഭയങ്കര ആത്മയുദ്ധം നടന്നു കേട്ടോ. ഞാൻ 9:15 വരെ പോകട്ടെ ഫസ്റ്റ് ഈ സെക്ഷൻ. 9:15 വരെ പോകണേ, ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളാം. ഈ 9 മുതൽ ഇപ്പോൾ 9 ആകുന്ന എൻ്റെ വാച്ച് 9 കഴിഞ്ഞു. 9 മുതൽ 9:15 വരെയുള്ള സമയം ഞാൻ ഇസ്രയേലുമായി നടന്ന, യേശു ജനിക്കാതെ വണ്ണം ഇസ്രയേലുമായി നടന്ന ആത്മയുദ്ധത്തിൻ്റെ ഒരു ഭാഗം തൊടാൻ പോവാം. ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ എന്നാന്ന് നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അബ്രഹാമിനെയും സാറയും കൂടെ ദൈവം ഇങ്ങോട്ട് വേർതിരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളിൽ നിന്നൊരു വാഗ്ദത്ത സന്തതി ഉണ്ടാകും, നീ എൻ്റെ സ്വന്തമാണ്, ബാക്കിയെല്ലാം തള്ളി. അന്ന് സാറയുടെ പുറകെ കൂടി സാറയെ വന്ധിയാക്കി വെച്ച് നീണ്ട നാളുകൾ കഴിഞ്ഞപ്പോൾ സാത്താനോട് ചോദിച്ചു, എന്ത് ചെയ്യാ വിശുദ്ധ സന്തതി? എൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞ് ഒരുത്തിനെ കൊണ്ടുവന്നല്ലോ, ഈ സാറയിൽ നിന്നാണോ എന്ത് ഒന്ന് കൊണ്ടുപോവാ? ഇല്ല. നാളുകൾ ഒരു മറുപടി ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറയുടെ കൊടുക്കുവെച്ച് പറഞ്ഞു, സാറാ, ദൈവത്തിൻ്റെ പദ്ധതി ഒന്ന് ഫാസ്റ്റപ്പ് ചെയ്യാൻ നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ ദാസിയെ കൂടെ കുടുംബത്തിലേക്ക് കയറ്റ്. ബാക്കി പറയാതെ നിങ്ങൾക്ക് അറിയാം. നിന്റെ ദാസിയെ കൂടെ കുടുംബത്തിലേക്ക് കയറ്റ്. അങ്ങനെ ഹാഗാർ ദാസിയെ കുടുംബത്തിലോട്ട് കയറ്റി. എന്നിട്ട് ചോദ്യം ചോദിച്ചു, എവിടെ വിശുദ്ധ സന്തതി? ഇവൻ്റെ നിന്നാണോ വിശുദ്ധ സന്തതി? യേശുവിൻ്റെ ജനനം ഒന്ന് കാണട്ടെ. പിശാച് പുറകിൽ അലറി. ഒരു ദിവസം യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, അബ്രഹാമേ, ദാസിയെ മകനെയും പുറത്താക്കടാ. ഞാനന്ന് ചെയ്യത്തില്ല. എൻ്റെ വീടിനകത്തെൻ്റെ ഭാര്യയുടെ അനുവാദത്തോടുകൂടെ മറ്റൊരു സ്ത്രീയിൽ നിന്നാണെങ്കിൽ പോലും ജനിച്ചു വളർന്ന് കുടുംബത്തിൻ്റെ അംഗമായി ജീവിക്കുന്ന എൻ്റെ മോനെ പറഞ്ഞു വിട്ടേച്ച് ഞാനന്ന് പോകത്തില്ല. ഞാനാണെങ്കിൽ എനിക്കൊന്ന് കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ഉറക്കെ തെറി പറയും ദൈവത്തെ. എന്നെ ഇടപാടായി പറഞ്ഞത്, കഠിനനല്ലോ എന്ന് പറയും. പക്ഷെ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ഒരു കൊട്ട അപ്പം എടുത്ത് ഒരു തുരുത്തി വെള്ളവും കൊടുത്തേച്ച് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. അടുത്ത പറഞ്ഞു, എൻ്റെ വാഗ്ദത്ത പ്രകാരം ഞാനൊരു സന്തതിയെ തരും. അബ്രഹാമിൻ്റെ ഭാര്യ അന്യപുരുഷൻ്റെ കൂടെ അന്തി ഉറങ്ങാൻ പോകേണ്ട സാഹചര്യം ഉണ്ടായി. പിശാച് ചോദിച്ചു, എവിടെ വിശുദ്ധ സന്തതി? പറഞ്ഞു, ഒരു അന്യപുരുഷനും തൊടുകയില്ല, കാര്യം എനിക്കൊരു വിശുദ്ധ സന്തതി വരും. അദ്ദേഹത്തിൻ്റെ മകനായ ഇസഹാക്ക് കുഴിമടിയനായിരുന്നു. നമ്മളിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അദ്ദേഹം കുഴിമടിയനായിരുന്നു. ദൈവം ഒരിക്കൽ അബ്രഹാമിനെ വിളിച്ചേച്ച് പറഞ്ഞു, നീ ദേശത്ത് നെടുകൻ കുറുകൻ നടക്കാൻ പറഞ്ഞു. അന്നത്തെ തത്വശാസ്ത്രം അനുസരിച്ച്, അബ്രഹാമിൻ്റെ കാലത്തെ തത്വസംസ്കാരം അനുസരിച്ച് ഒരു ഏരിയ സ്വന്തമെന്ന് അവകാശപ്പെടണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ അതിനകത്ത് നെടുകൻ കുറുകൻ നടക്കണം. പക്ഷെ അബ്രഹാമിന് കിട്ടിയത് 22,000 ശിഷ്ടം സ്ക്വയർ കിലോമീറ്റർ. അതിനകത്ത് നടന്നു തീർക്കുന്ന ഒരുത്തിനെ കൊണ്ടൊക്കത്തില്ല. അബ്രഹാമിന് നടക്കാവുന്നിടത്തോളം നടന്നു, പേപ്പട്ടി നടക്കുന്ന പോലെ നടന്നു. അതിൻ്റെ പുറകെ നടക്കേണ്ടതായിരുന്നു ഇസഹാക്ക്. മടിയൻ ആനങ്ങാൻ പോയിട്ടില്ല, അവൻ വീട്ടിലിരുന്നു. അതിനടുത്ത തലമുറയായിരുന്നു യാക്കോബ്. ആ പുള്ളിക്കാരൻ അബ്രഹാം വിട്ടേച്ചു വരുന്ന സ്ഥലത്തോട്ട് തിരിച്ചുപോയി. അവൻ ഇവിടെ നിൽക്കുകയല്ല. ഇതിൻ്റെ ഒക്കെ മുമ്പിൽ പിശാചൊരു വിളിച്ചു, എവിടെ വിശുദ്ധ സന്തതി? വിശുദ്ധ സന്തതി ജനിക്കുവാനുള്ള ചാൻസസ് അകന്നകന്നു പോകുന്നത് പോലെ തോന്നി. പക്ഷേ ദൈവത്തിന് അത്യല്പമായൊരു ശേഷിപ്പുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ പറയാൻ പോവാം. ഇസഹാക്ക് നടക്കേണ്ടി ഇരുന്ന ഇടത്ത്, എസ്പെഷ്യലി വെസ്റ്റ് ബാങ്ക്, അതുപോലെ ചില ഇടങ്ങളിൽ ഹാഗാർ പോയി നടന്നു. നാണ്ട കിടന്ന് അടിക്കുന്നു. ആ സ്ഥലങ്ങൾക്ക് വേണ്ടി അടി. അന്നവിടെ ഹാഗാർ പോയി നടന്നു, എൻ്റെ സന്തതിക്ക് ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ കൽപ്പനയ്ക്ക് വെളിയിലാണ് നടന്നത്, അതുകൊണ്ട് കൊടുക്കുകയില്ല. കൽപ്പനയ്ക്ക് അനുസരിച്ച് എങ്കിലും ഒരു വലിയ അവകാശം അവൾക്ക് അതിന്മേലുണ്ടായി. ഹാഗാറിനും ഇസ്മായേലിനും ഒരു വലിയ അവകാശം ഉണ്ടായി. ഞാൻ അകത്തോട്ടിറങ്ങുക. ഈ വിവരങ്ങൾ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചേക്കാം. UNO എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അതിനകത്ത് എക്സ്കവേഷൻ വിങ് എന്ന് പറയുന്നൊരു വിങ്ങുണ്ട്. ഭൂമി കുഴിച്ച് അതിനകത്തുനിന്ന് തെളിവെടുക്കുക, ചരിത്രം കുഴിച്ച് അതിനകത്തുനിന്ന് തെളിവെടുക്കുക. ഈ ഒരു വിങ്ങുണ്ട്. അതിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നത് റോൺ ചാൾസ് എന്ന് പറയുന്ന ആളാണ്. റോൺ ചാൾസിനോട് ഒരിക്കൽ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു. ബാംഗ്ലൂരിലൊരു നല്ല ചർച്ച ഉണ്ടാക്കാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ അതിനുള്ള എല്ലാ സോഴ്സും തരുന്നത് ദൈവത്തിൻ്റെ വഴിയായിരുന്നു. ഒരു ദിവസം റോൺ ചാൾസ് ബാംഗ്ലൂർ വന്ന കൂട്ടത്തിൽ എൻ്റെ മൂത്ത മോനെ കണ്ട്, ഞാൻ അങ്ങനെ പരിചയപ്പെട്ടിട്ട് പോലുമില്ല, എൻ്റെ മൂത്ത മോനെ കണ്ടേച്ചു പറഞ്ഞു, ദൈവാത്മാവ് എന്നോട് പറയുന്നില്ല, നിൻ്റെ ചർച്ചിൽ വന്ന് ഒരു 3-4 ദിവസം ക്ലാസ് എടുക്കുക. അപ്പോൾ ചോദിച്ചു, നിങ്ങളാരാ? ഞാനാണ് റോൺ ചാൾസ്, UNOയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനാണ്. ഇവനും UNOയുടെ ഏതാണ്ടൊരു ചെറിയ പദവിയൊക്കെ ഉണ്ട്. ഇവൻ അവൻ്റെ സീൽ എടുത്ത് കാണിച്ചപ്പോൾ അയാളുടെ സീലും എടുത്തു കാണിച്ചു.
വലിയ കാര്യമായി വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. ആ മനുഷ്യൻ ഞങ്ങളോട് ഒരാഴ്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച താമസിച്ച് ആഴമുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്ന കൂട്ടത്തിൽ പെടുന്നതാ ഈ പലതും. ദൈവം അബ്രഹാമിനോട് നടക്കാൻ പറഞ്ഞ ഇടത്ത് നടക്കുവാൻ അബ്രഹാമിന് കഴിയാതെ പോയി. ഹാഗാർ അവിടെ പോയി നടന്നു, ഇസ്മായേൽ നടന്നു. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതിക്ക് നടക്കാൻ പറ്റിയില്ല. പിശാചി ചോദിച്ചു, എവിടെ വിശുദ്ധ സന്തതി, വാഗ്ദത്ത സന്തതി? യാക്കോബ് പോകുകയാണ്. അവൻ്റെ സ്വഭാവം മഹാവഷളാക്കി അവൻ പോകുകയാണ്. അവനെ ആർക്കും വേണ്ട, അവൻ ചതിയനാ. പോന്ന വഴിക്ക് ദൈവത്തിൻ്റെ ദൂതൻ അവനെ പിടിച്ചു. പറയടാ, നിന്റെ പേരെന്നാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാ. ദൂതൻ പറഞ്ഞ വാചകം അറിയാവോ? Thou shall no more be called as Jacob. മേലാൽ യാക്കോബ് എന്ന പേര് നീ ഉപയോഗിച്ചേക്കരുത്. ഞാൻ നിന്റെ പേര് മാറ്റുക. പേര് മാറ്റാൻ അധികം പേർക്ക് കഴിയത്തില്ല, പക്ഷേ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ ദൂതൻ വന്നേച്ച് പറഞ്ഞു, ഞാൻ നിന്റെ പേര് മാറ്റുക, നീ ചതിയനല്ല, നീ തിരിച്ചു പോ. ദൈവം ഒരുപാട് ഇടങ്ങളിൽ ഇങ്ങനെ ഒരുപാട് വിടുതലുകൾ കൊടുത്തു. ഞാൻ അതിപ്രധാനമായ വേറൊരു ഭാഗത്തേക്ക് മാറുക. പൈശാചിക പോരാട്ടം എന്നോടും നിങ്ങളോടും ഒക്കെ ഉള്ളത് ഈ ശൈലിയിലായിരിക്കും, മറക്കരുത്. ഇസ്രയേലിന് 12 ഗോത്രങ്ങൾ ഉണ്ടായി. അതിൽ നിന്ന് ലേവി ഗോത്രത്തിന് പൗരോഹിത്യം ഏൽപ്പിച്ചു. ലേവി ഗോത്രത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ കടക്കുന്ന കാലം വീഞ്ഞും മദ്യവും കുടിക്കരുത്. സാധാരണക്കാരന് വീഞ്ഞു കുടിക്കാം, പക്ഷെ നിനക്കൊക്കുകയില്ല. പെന്തിക്കോസ്തുകാരന് പറ്റത്തില്ല. കണ്ടവന്, ടെലിവിഷനിൽ പ്രസംഗിക്കുന്നവന് തുള്ളി ആടാം, തോന്നിയ പോലെ ഒക്കെ കാണിക്കാം, പക്ഷെ ഒരു ദൈവവേദനന് പറ്റത്തില്ല. നിനക്ക് പണി പറ്റത്തില്ല. അതുകൊണ്ട് നീ ഞാൻ പറയുന്ന പോലെ നടക്കണം. ലേവി, നിനക്ക് വീഞ്ഞും മദ്യവും കുടിക്കാൻ പാടില്ല. സ്വന്തം മക്കൾ ചത്തു വീണാൽ തലമുടി പിച്ചിപ്പറിക്കാനും താടി പറിക്കാനും പറ്റത്തില്ല. വസ്ത്രം കീറാൻ ഒക്കത്തില്ല. ഇതൊക്കെ അന്നത്തെ പതിവാ. നീ ഞാൻ പറയുന്ന പോലെ നടക്കണം. സാത്താൻ അതിനകത്ത് എതിരൊന്നും പറഞ്ഞില്ല. ലേവ്യരുടെ അംഗസംഖ്യ ക്രമാതീതമായി അങ്ങ് വർദ്ധിച്ചു. ഒടുവിൽ ലേവ്യരെല്ലാം കൂടെ പള്ളി വന്നാൽ ഇരിക്കാൻ സ്റ്റേജ് സ്ഥലമില്ല. എല്ലാം കൂടെ 10 കസേരയാണ്. അത് ലേവ്യരെ അവർ അതിനകത്ത് തികയത്തില്ല. പിന്നെ എല്ലായിടത്തും ലേവ്യരെ തന്നെ ഇരുത്തണം. ഒരു കാലഘട്ടമായപ്പോൾ അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ലേവ്യരെ 2 ഗ്രൂപ്പാക്കാം. ശുശ്രൂഷയ്ക്ക് ഒരു ഗ്രൂപ്പ് വരുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് ലീവ് എടുക്കട്ടെ, അവർ വീട്ടിലിരിക്കട്ടെ. അവർക്ക് സാധാരണക്കാരൻ്റെ കൂട്ടത്തിൽ ഇരിക്കാനും പറ്റില്ല. വീണ്ടും ലേവ്യർ വളർന്നു. 4 ഗ്രൂപ്പായി, 8ആയി. യേശുക്രിസ്തുവിൻ്റെ ജനനകാലത്ത് 24 ഷിഫ്റ്റായി, 24 ഗ്രൂപ്പ്. ഒരു ഷിഫ്റ്റിന് ഒരു വർഷം 15 ദിവസത്തെ ജോലിയേ ഉള്ളൂ. ഒരു വർഷം 15 ദിവസത്തെ ജോലി. 11.5 മാസം ഇവർക്ക് ജോലിയില്ല. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ പറഞ്ഞിടാ, ദേവാലയത്തിൽ കടക്കുന്ന സമയത്ത് വീഞ്ഞും മദ്യവും കുടിക്കരുതെന്ന് മാത്രമേ പ്രമാണമുള്ളൂ. അതെ, അപ്പോൾ അല്ലാത്തപ്പം കുടിച്ചാലോ? 11.5 മാസം നമ്മൾ ഫ്രീ അല്ലേ, നമുക്ക് പള്ളിയിൽ പോലും കയറാനൊക്കെ ഇല്ല. അതുകൊണ്ട് നമുക്ക് കുടിച്ചുകൂടെ? അങ്ങനെ കുടിച്ചു. ഇവന്മാർ കുടിക്കുന്ന കണ്ടപ്പോഴാണ് പ്രവാചകന്മാർ ചോദിച്ചാൽ പുരോഹിതനാകാം, പിന്നെ നമുക്ക് തന്നെ ഇടാൻ. അങ്ങനെ പ്രവാചകന്മാരും കുടിച്ചു. ഇവർ വഴി നിങ്ങളെ ചാഞ്ചാടി നടക്കുമ്പോഴാണ് എസക്കേൽ പ്രവചനം എഴുതിയത്. തേണ്ട, ഒരു വ്യത്യാസവുമില്ല, പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വീഞ്ഞു കുടിച്ച് ചാഞ്ചാടി നടക്കുന്നു. എസക്കേൽ എഴുതി വെച്ചു. അത് കഴിഞ്ഞൊരു 15 ദിവസത്തെ ജോലിയുണ്ട് ഇവന്. അന്ന് ആലയത്തിൽ വന്നു. പക്ഷെ പിശാചിന് നന്നായി അറിയാം, 11.5 മാസം കുടിച്ചവൻ അടുത്ത 15 ദിവസം കുടിക്കാതെ പറ്റുകയില്ല. അതുകൊണ്ട് കുടിച്ച പുരോഹിതൻ ആലയത്തിൽ വന്നു. അവൻ വിശുദ്ധ കാഴ്ചയപ്പത്തിൻ്റെ മേശമേൽ ഛർദ്ദിച്ചു വെച്ചു. പ്രവാചകന്മാർ, പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാർ എഴുതി, മേശകളൊക്കെയും ഛർദ്ദി കൊണ്ട് വഷളായി. ദൈവം ദൈവാലയം വിട്ടുപോയി. ഒരു ചോദ്യം എന്നും പിശാച് ചോദിച്ചു, എവിടെ എൻ്റെ തല തകർക്കുന്ന കൊച്ചൻ? ഞാനതിനെ നശിപ്പിച്ചു. ഇല്ല പിശാചേ, നീ നശിപ്പിച്ചില്ല. അത്യല്പമായ ഒരു ശേഷിപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. കുടിക്കാത്ത ഒരു പുരോഹിതനെ ദൈവം വെച്ചു. സെഖര്യാവ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബം. സെഖര്യാവിൻ്റെ പ്രായം കഴിഞ്ഞു. ഒരു ദിവസം സെഖര്യാവ് ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി തൻ്റെ ഒടുവിലത്തെ ടെന്യുവറിൽ 24 കൂറുകളാണ്. അതിനകത്തെ അബിയ കൂറിൻ പ്രകാരം അദ്ദേഹം ദേവാലയത്തിൽ കയറി ചെല്ലുമ്പോൾ പതിവില്ലാത്തതുപോലെ തേണ്ട നിൽക്കുന്നൊരു ദൂതൻ മേശയുടെ അടുക്കൽ. മലിനമാകാത്ത ഒരു മേശയുണ്ട്. സെഖര്യാവ് ശുശ്രൂഷിക്കുന്നൊരു മേശയുണ്ട്. അതിൻ്റെ വലത്തുവശത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, സെഖര്യാവേ, നിനക്കൊരു മോനുണ്ടാകാൻ പോവാ. നിന്റെ ഭാര്യ എലിസബത്തിൽ നിന്ന് നിനക്കൊരു മകനെ കിട്ടും. എൻ്റെ പുത്രനെ ഞാൻ അയക്കാൻ സമയമായി. ഒരു വിശുദ്ധ ചരട് പോലെ എനിക്ക് ഒരു ചെറിയവനെ ഉണ്ട്. നിനക്കൊരു മകൻ ജനിക്കും. സെഖര്യാവൻ നാച്ചുറൽ സെൻസ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? എൻ്റെ പ്രായം എന്നാ? എൻ്റെ ഭാര്യയുടെ പ്രായം എന്നാ? 84 വയസ്സുണ്ടവർക്ക്. എന്തായി പ്രായം? ഞങ്ങൾക്കിത് നടക്കത്തില്ല.
ദൂതൻ്റെ അടുത്ത പദം ഭയങ്കരമായിരുന്നു. ശിക്ഷിക്കുകയൊന്നും അല്ലായിരുന്നു. ദേവാലയത്തിൽ ഒരു ശിക്ഷ കിട്ടിയാൽ നെറ്റിക്ക് കുഷ്ഠം പോകും, മിനിമം, അല്ലെ ചത്തു വീഴും. ഇതാ ദേവാലയത്തിലെ ശിക്ഷ. ശിക്ഷയൊന്നും അല്ലായിരുന്നു. അവനോട് പറഞ്ഞ്, നീ മിണ്ടാതെ വീട്ടിൽ പോ, മിണ്ടല്ലേ. നിന്റെ ഈ അവിശ്വാസം പ്രചരിപ്പിക്കുന്ന നാക്കും കൊണ്ട് വീട്ടിലോട്ട് എന്നാൽ എലിസബത്തിൻ്റെ വിശ്വാസം കൂടെ പോകും. അത് കളയാതിരിക്കാൻ മിണ്ടാതെ വീട്ടിൽ പോ. പിന്നെ ഞാൻ ആരാന്നറിയാമോ? ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഹെബ്രിയേല. ഞാൻ വെടി പറഞ്ഞ് നടക്കുന്നവനല്ല, ഞാൻ തമാശ പറയാൻ ഇറങ്ങുന്നവനല്ല, ഞാൻ ആളെ ഇളക്കുന്നവനല്ല. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേല. മിണ്ടാതെ വീട്ടിൽ പോ. മിണ്ടാതെ വീട്ടിൽ ചെന്നതോടെ എലിസബത്തിൻ്റെ വിശ്വാസം 10 ഇരട്ടി വർദ്ധിച്ചു കാണും. അദ്ദേഹം പറഞ്ഞു, പലക കൊണ്ടുവാ, എഴുതി കാണിച്ചു, വിശുദ്ധ ദൂതൻ എന്നോട് സംസാരിച്ചു, ഹെബ്രിയേൽ പറഞ്ഞു നമുക്കൊരു മകൻ ഉണ്ടാകും. അവൾ അങ്ങ് അംഗീകരിച്ചു. ഭയങ്കര കഥയാണ്, ഭയങ്കര. ഇന്ന് തീരുകയില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നാളെ പകലങ്ങാണ് നോക്കുക എന്ന് ചെയ്യാം. എലിസബത്തിനെ കുറിച്ച് ഒരു പദം എഴുതിയിട്ടുണ്ട്, 6 മാസം ഒളിച്ചു വാർത്തു. അതെന്താന്നുള്ളതാണ്. ഒത്തിരി സത്യം ഇതിനകത്ത് കിടപ്പുണ്ട്. 6 മാസം ഒളിച്ചു വാർത്തു എന്നാണ് ബൈബിൾ പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ, 5 മാസം ഒളിച്ചു വാർത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതേ ഹെബ്രിയേൽ തേണ്ടേ യെരൂശലേമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് 14 വയസ്സുള്ള മറിയ എന്ന് പറയുന്നൊരു കൊച്ചു മോളെ കണ്ടു. 14 വയസ്സ്. മറിയയ്ക്ക് ജോസഫുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ കണക്കിൽ പെൺകുട്ടികളുടെ വിവാഹ നിശ്ചയം കഴിക്കുന്നത് 14 വയസ്സിലാണ്. കല്യാണം നടക്കുന്നത് 15-ലാകാം 20-ലാകാം, അതിനപ്പുറത്ത് പോകത്തില്ല. 14 വയസ്സിലാണ് വിവാഹ നിശ്ചയം നടത്തേണ്ടത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ 14 വയസ്സുള്ള ഒരു കൊച്ചു മോടെടുക്കലോട്ട് എന്ന് വെച്ച് പറഞ്ഞു, നീ യേശുവിൻ്റെ അമ്മയാകാൻ പോവാ. പാപത്തിലാകപ്പെടാത്ത, ദോഷത്തിലാകപ്പെടാത്ത ഒരു ചരട് പിടിച്ചാൽ കിട്ടുന്ന ഒരു അത്യല്പമായ ശേഷിപ്പുണ്ട്. യേശു ജനിച്ചു. ആ യേശുവിൻ്റെ വളർച്ചയിൽ, ഞാൻ ഇവിടെ നിർത്തുക, ആ യേശുവിൻ്റെ വളർച്ചയിൽ യേശു ഒരു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, അങ്ങയുടെ രാജ്യം വരണമേ. ഈ ശിഷ്യന്മാരോട് പറയുന്ന, മോനെ, ഇതിനിടെ ഞാൻ ലൂസിഫറിനെ ഇവിടെ ആക്കിയത്, അവൻ എന്നെ പരാജയപ്പെടുത്തി. ഇതിനിടെ ഞാൻ ആദമനെ ഇവിടെ ആക്കിയത്, അവൻ പൊളിച്ചു. ഇതിനിടെ ഞാൻ അബ്രഹാമിനെ നോഹ ഇവിടെ ആക്കിയത്, അവനെ കൊണ്ട് ഒത്തില്ല. ഇതിനാണ് ഞാൻ അബ്രഹാമിനെ ഇവിടെ ആക്കിയത്, അവന് കുറച്ചൊക്കെ അനുസരിച്ചു. അതുകൊണ്ട് ഞാൻ വന്നു. ഞാൻ നിങ്ങളെ 12 പേരെ ആക്കുക. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. നിങ്ങൾ അങ്ങയുടെ രാജ്യം വരണമേ. എൻ്റെ സംസ്കാരം ഈ ഭൂമിയിൽ നിലനിർത്തുവാൻ, എൻ്റെ രാജ്യം ഇവിടെ കൊണ്ടുവരുവാൻ, എൻ്റെ ഇഷ്ടം ഇവിടെ കൊണ്ടുവരുവാൻ, അതാ വീണ്ടെടുപ്പ്. നിങ്ങൾ ഒന്ന് പ്രസംഗിച്ചേക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരോട് പറഞ്ഞ, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. അന്ന് ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവർക്ക് നിൽക്കും. ഐ റിപ്പീറ്റ്, ഒന്നുകൂടെ ആവർത്തിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആരുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കുമോ അവർക്ക് ക്ഷമിക്കപ്പെടും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുമോ അവർക്ക് നിർത്തും. ഇത് സഭയ്ക്ക് കിട്ടിയ അധികാരമാണ്. പെന്തക്കോസ്തുകാർ റോമൻ കത്തോലിക്ക സഭയോട് എതിർക്കേണ്ടതിന് വേണ്ടി ഇതിനെ അംഗീകരിക്കാതെ പലതും പറയാറുണ്ട്. പക്ഷെ അത് കേൾക്കേണ്ടതുപോലെ ഒന്ന് കേട്ടാട്ടെ. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ചിലരുടെ പാപങ്ങൾ നിർത്തും, ചിലരുടെ പാപങ്ങൾ ക്ഷമിക്കും. അത് അതുപോലെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പെന്തക്കോസ്ത് നാളില. അന്ന് ജനം ഒരു ചോദ്യം ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു വേണം? ബാബേൽ കോട്ടയെങ്കിൽ പൊയ്ക്കോളാൻ പറഞ്ഞ് തള്ളിവിട്ട ജനം, അബ്രഹാമിൻ്റെ സന്തതിയിൽ ചൊവ്വ ജീവിക്കാഞ്ഞ ജനം, ഇവരെല്ലാം കൂടെ വന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, ഞങ്ങൾ എന്തു വേണം? പാപങ്ങൾ മോചിക്കുവാനുള്ള പ്രമാണം പത്രോസ് വിളിച്ചു പറഞ്ഞു. 1, നിങ്ങൾ മാനസാന്തരപ്പെടണം. 2, നിങ്ങൾ സ്നാനപ്പെടണം. 3, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 4, നിങ്ങൾ വേർപെടണം. ഈ 4 കണ്ടീഷനുകൾ നിങ്ങളിൽ നടന്നാൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു. ഈ 4 കണ്ടീഷൻ നിങ്ങളുടെ മേൽ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ഭാഗികമായ രക്ഷ. ഞാൻ ഒന്നുകൂടെ പറയാം. 1, നിങ്ങൾ മാനസാന്തരപ്പെടണം. 2, നിങ്ങൾ സ്നാനപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് എഴുതിയിരിക്കുന്ന പദം യേശു കൊടുത്ത അധികാരത്തിൽ എന്ന അർത്ഥം വരുന്ന വാക്കാ ഉപയോഗിച്ച്. ഞാൻ ഒത്തിരി വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം എടുത്തു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്ന പദം കൊടുത്തിരിക്കുന്നത് അനാഠേമ എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം യേശു കൊടുത്ത അധികാരത്തിൽ.
യേശു കൊടുത്ത അധികാരം നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നാ. അത് മാത്രമേ യേശു കൊടുത്ത അധികാരമുള്ളൂ. നിങ്ങൾ ആ അധികാരത്തിൽ സ്നാനം കഴിപ്പിക്കണം. അടുത്തത്, നിങ്ങൾ വേർപെടണം. 42 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. നിങ്ങൾ മാനസാന്തരപ്പെടണം, ഒറ്റ വാക്കേ ഉള്ളൂ. 2, നിങ്ങൾ സ്നാനപ്പെടണം, ഒറ്റ വാക്കേ ഉള്ളൂ. 3, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ഒറ്റ വാക്കേ ഉള്ളൂ. അത് അടുത്ത പദം എന്താണെന്നറിയാമോ? മറ്റു പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ. മോനെ, രക്ഷയും സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും ഓരോ വാക്കി നിർത്താം. പക്ഷെ വേർപാട് വിശദീകരിക്കണമെങ്കിൽ ഒരുപാടുണ്ട്. മറ്റു പല വാക്കുകൾ കൊണ്ടും സാക്ഷ്യം പറഞ്ഞ് നിങ്ങളൊന്ന് വേർപെട്. മറ്റവന്മാർക്ക് ഇത് വേണ്ടാന്നും പറഞ്ഞ് പോയതുകൊണ്ട് തോന്നിയ വഴിയെ പോകാൻ പറഞ്ഞ് ഞാൻ തള്ളിയതാ, ഒന്ന് മടങ്ങിക്കൊണ്ടുവരുവാൻ നിങ്ങൾ അവരോട് പറയണം. അവരെഴുതി. ഇവർക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്.